Hello, hello. Hello, am I audible over there? Yes, sir. Okay, thank you. Hello. Okay. Okay. Good morning, all of you. Am I audible over there? Hello. Okay. Fine. So, what are we going to study today? Okay. So, what is the title of the subject? Polity or Indian polity? Indian polity. What is polity? Eh? Constitution is polity. Then I will ask the question, what is constitution? Okay, is there anybody who doesn't understand? കേൾക്കുന്നില്ല ബാക്കിൽ കേൾക്കുന്നില്ല ഉണ്ട് ഓക്കെ ആണോ ഇപ്പൊ കേൾക്കാം then okay, so someone was saying that polity is constitution. Is polity constitution? What do you mean by Indian polity? As I was asking something, is there anybody who doesn't understand Malayalam? All of you understand Malayalam? Online? Non-Malayalis are there, right? There are one or two Tamilians are there? No one? Okay, fine. അപ്പൊ എന്താ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്? വാട്ട് ഇസ് ഇന്ത്യൻ പൊളിറ്റി? പൊളിറ്റി എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? രാഷ്ട്രീയം. ദാറ്റ് ഇസ് പൊളിറ്റിക്സ്, റൈറ്റ്? പൊളിറ്റി എന്നുള്ള വാക്ക്, പൊളിറ്റി മീൻസ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഇന്ത്യൻ പൊളിറ്റി മീൻസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം. സോ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിൽ when we look at the syllabus, we are actually going to study about constitution and other provisions and all, right? So before we jump into what we are actually going to study, I would like to get your attention to what is there in the syllabus. So for the October batch, you have seen it yesterday itself, but for the August batch, I mean, you people have seen the syllabus bit earlier, right? നമ്മൾ ഫസ്റ്റത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിലാണ് ലാസ്റ്റ് കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. ഇന്നലെ പഠിപ്പിച്ച എന്താന്ന് ചോദിച്ചാൽ തന്നെ ഓർമ്മയില്ല. അപ്പോഴാണ് സാറ് തുടക്കത്തിൽ വന്നപ്പോൾ സാറിനെ തന്നെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അന്ന് വന്നപ്പോൾ സാറിന് തലയിൽ മുടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതിപ്പോ എവിടെ പോയെന്ന്. ഓക്കെ, അപ്പൊ ബാക്കി ഇത് അങ്ങേരാണല്ലേ. So I'll be dealing with GS2. GS2 consists of governance, constitution, polity, social justice, and international relations. Out of that, I will be taking constitution and polity. Okay. Then there will be further classes for governance, social justice, and IR also, international relations also. When it comes to the prelims examination, there will be about 12 to 15 questions from Indian polity. As I was talking about Indian polity in other classes also, the peculiarity with respect to the questions from Indian polity and modern India or geography is not with respect to the number. Because modern India will also be having about 12 to 50 or 12 number or 10 numbers. Geography will be having similar numbers. The fundamental difference is that ഇതിനൊന്നും തെറ്റിക്കാൻ പറ്റത്തില്ല. അപ്പൊ മോഡേൺ ഇന്ത്യ എന്നൊക്കെ, മോഡേൺ ഇന്ത്യ എന്നോ ജോഗ്രഫി എന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയസിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലത് നിങ്ങൾ ഡയറക്ട്ലി പഠിച്ചിട്ടുണ്ടാണോ നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാത്ത ചില ഡിഫിക്കൽട്ട് ഏരിയാസ് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം. പക്ഷെ പൊളിറ്റി അങ്ങനല്ല. ഏറെക്കുറെ നമ്മൾ വായിച്ചിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചോദ്യങ്ങൾ. നിങ്ങൾ ക്ലിയർ ആവുന്ന മിക്ക സ്റ്റുഡൻസിന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പൊളിറ്റിയുടെ 10 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 10 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കറക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ, അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തെറ്റിക്കാൻ പറ്റത്തില്ല. സോ ദ സ്കോപ്പ് ടു ഗോ റോങ് ഈസ് വെരി മിനിമൽ ഫോർ പൊളിറ്റി. അതാണ് പൊളിറ്റിയുടെ പ്രശ്നം. അപ്പൊ പൊളിറ്റി നല്ലോണം മനസ്സിലാക്കുക എന്നൊക്കെ അഡീഷണൽ മാർക്കല്ല. എന്താ നമ്മൾ സംഭവിക്കുന്നത്, ഇത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ താഴേക്ക് പോകാൻ. സോ അതുകൊണ്ട് തന്നെ പ്രിലിംസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏറ്റവും ഷുവർ ഷോട്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ പൊളിറ്റിയിൽ നിന്നുള്ളതായിരിക്കും. സോ ദർ ഇസ് നോ സ്കോപ്പ് ഫോർ യു ടു ഗോ റോങ് വിത്ത് റെസ്പെക്ട് ടു പൊളിറ്റി. സോ ദാറ്റ് ഇസ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രിലിംസ് എക്സാമിനേഷൻ. വെൻ ഇറ്റ് കംസ് ടു ദ മെയിൻസ് എക്സാമിനേഷൻ, 250 മാർക്സിലാണല്ലോ GS2 പേപ്പർ ഉള്ളത്. ആ 250 മാർക്സിന്റെ അകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടാവും?
125 മാർക്സ് എവിടുന്നാ വരുന്നത്? പൊളിറ്റി എന്നാണ് വരുന്നത്. ഓക്കെ, 125 മാർക്സ്, അതായത് ആ പേപ്പറിന്റെ പകുതി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റി എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഐ തിങ്ക് ഫോർ സം ഓഫ് യു മൈറ്റ് ഹാവ് ആക്ച്വലി സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അബൌട്ട് ഗവർണൻസ് എ ബിറ്റ്. തീർന്നോ ഗവർണൻസ്? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഗവർണൻസ് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ചില കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചില പുതിയ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പുതിയ കുറെ എലമെന്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് പലതും നമ്മൾ പൊളിറ്റി കൂടെ കയറി ഇറക്കി പോകുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് മച്ച് മോർ ക്ലാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗവർണൻസ് ഓൾസോ. ഇപ്പൊ ഗവർണൻസിൽ പഠിച്ച കാര്യങ്ങൾക്കും കൂടിയും കുറെ കൂടി ക്ലാരിറ്റി കിട്ടും നമ്മൾ പൊളിറ്റി പഠിച്ചു പോകുമ്പോഴത്തേക്ക്. നൗ when we look at the syllabus, you can actually see that in the whole is actually divided into constitution and polity. So നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമുക്ക് we need to understand about the historical underpinnings, how the constitution has come to its present stand. ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് ഫോം ചെയ്തത്? അതൊരു വൺ ഡേ പ്രോസസ് ആണോ, അതൊരു ലോങ് പ്രോസസ് ആണോ, എത്ര നാൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയത്? വാട്ട് were the predecessor of this constitution? What were the fundamental laws that were existing in our country before the coming of this constitution? അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സിൽ പഠിക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവോൾവ് ചെയ്ത് വന്നത്, അതിന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തുന്ന അമെൻമെന്റ്സ്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ്, ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്, ഇതൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് പാർട്ടിൽ മനസ്സിലാക്കുന്നത്. ഇൻ ദ സെക്കൻഡ് പാർട്ട് നമ്മൾ യൂണിയനെയും സ്റ്റേറ്റ്സിനെ പറ്റി മനസ്സിലാക്കും. യൂണിയൻ ഗവൺമെന്റ് ഇസ് ദർ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇസ് ദർ. അപ്പൊ യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും ഫംഗ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ്, യൂണിയനും സ്റ്റേറ്റും തമ്മിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫെഡറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഹൗ ടു റിസോൾവ് ദോസ് ഇഷ്യൂസ്. ഈ രണ്ടുപേര് ലോ ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും? ഇത്തരം കൺസെപ്റ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ എവിടെ പഠിക്കുക? ഈ സെക്കൻഡ് ബുള്ളറ്റ് ഹെഡിൽ മനസ്സിലാക്കുന്നത്. പിന്നെ തേർഡ് ബുള്ളറ്റ് ഹെഡിലാണ് സെപ്പറേഷൻ ഓഫ് പവറിന്റെ കൺസെപ്റ്റ് പറയുന്നത്. See, when we look at the government there are three fundamental responsibilities of the government. That is to make laws, to implement those laws, and to adjudicate on the laws. അല്ലെ, നിയമങ്ങൾ ഉണ്ടാക്കുക, നിയമങ്ങളും പോളിസീസും ഇംപ്ലിമെന്റ് ചെയ്യുക, ആ നിയമങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ലെജിസ്ലേച്ചർ എന്നൊരു എൻറ്റിറ്റി ഉണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു എക്സിക്യൂട്ടീവ് ഉണ്ട്, അത് അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ജുഡീഷ്യറി ഉണ്ട്. ഈ മൂന്ന് ഓർഗൻസ് ഉണ്ട്. ഈ മൂന്ന് ഓർഗൻസും തമ്മിലുള്ള പവർ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്താണ് റിലേഷൻഷിപ്പ്, അതാണ് നമ്മൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ പഠിക്കുന്നത്. ഇപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡിസ്പ്യൂട്ട്സ് അറൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് അഡ്രസ് ചെയ്യാനുള്ള മെക്കാനിസംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലോകത്തുള്ള പല കോൺസ്റ്റിറ്റ്യൂഷന്റെ പല എലമെന്റുകളും നമ്മൾ ഇതിൽ കാണാൻ പറ്റും. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും മറ്റു രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യണം. സോ അതാണ് കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം വിത്ത് ദാറ്റ് ഓഫ് അതേഴ്സ്. പിന്നെ നമ്മൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് മൂന്ന് ഓർഗൻസിനെ പറ്റി പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് സെൻട്രലാണെങ്കിൽ പാർലമെന്റ് ആണ്, സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. പാർലമെന്റിന്റെ സ്ട്രക്ചർ, അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, അതിലെ ബിസിനസ് എങ്ങനെ നടത്തുന്നത്, പാർലമെന്റിന്റെ പവറും പ്രിവിലേജും എന്തൊക്കെ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ സ്ട്രക്ചർ, അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, അതിലെ ബിസിനസ് നടത്തുന്നത് എങ്ങനെ, പവറും പ്രിവിലേജസും എന്തൊക്കെ. ഇതാണ് നമ്മൾ അടുത്ത ബുള്ളറ്റ് ഹെഡിൽ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ ലെജിസ്ലേച്ചറിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത നമ്മൾ എക്സിക്യൂട്ടീവിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. അപ്പം എക്സിക്യൂട്ടീവിന്റെ സ്ട്രക്ചർ എന്താണ്? സോ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സിക്യൂട്ടീവ് ഇൻ അവർ കൺട്രി? നമ്മുടെ നാട്ടിലെ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് ദ പ്രസിഡന്റ് ഈസ് ദർ, വി ഹാവ് ദ വൈസ് പ്രസിഡന്റ് ഈസ് ദർ, ആൻഡ് വി ഹാവ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ. ഇതാണ് നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. In addition to this political executive, there is also something also known as permanent executive. What is that? Bureaucracy. So you are actually going to be part of what? അല്ല, ഈ പരീക്ഷ എഴുതി സിവിൽ സർവീസ് അല്ലെങ്കിൽ നിങ്ങളൊരു സിവിൽ സർവന്റ് ആകുമ്പം നിങ്ങൾ താല്പര്യപ്പെടുന്നത് ആരാവാനായിട്ടാണ്? അല്ലെ, നിങ്ങൾ ഈ പെർമനന്റ് എക്സിക്യൂട്ടീവിന് പാർട്ട് ആവാനായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും താല്പര്യപ്പെടുന്നത് അല്ലേ? ഇല്ല സാർ, ചുമ്മാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക അല്ലെ, പെർമനന്റ് എക്സിക്യൂട്ടീവിന് പാർട്ട് ആവാനായിട്ടല്ലേ? സോ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. സോ വിൽ ബി ഫോക്കസിംഗ് ഓൺ ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, പിന്നെ ഇനി അപ്പം എക്സിക്യൂട്ടീവിനെ പറ്റി പഠിക്കണം, അതുപോലെ തന്നെ ജുഡീഷ്യറിയെ പറ്റി പഠിക്കണം. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ദ ജുഡീഷ്യറി. പിന്നെ ഈ ഗവൺമെന്റ് സംവിധാനം പഠിക്കുമ്പോൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ പൊളിറ്റിക്കൽ സിസ്റ്റം, റൈറ്റ്? ഇന്ത്യൻ പൊളിറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ വെറുതെ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം പഠിക്കണം. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പുറത്തൊക്കെ കുറെ എലമെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്കും പ്രഷർ ഗ്രൂപ്പ്സുകൾ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇൻഫോർമൽ അസോസിയേഷൻസ്, അതിന്റെ റോളുകൾ മനസ്സിലാക്കണം.
So there are certain entities in our system which doesn't actively take part in the politics. പൊളിറ്റിക്സിൽ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല, ഇൻഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന ചില എലമെന്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കാസ്റ്റ് ഓർഗനൈസേഷൻസിനൊക്കെ എടുക്കുക. കാസ്റ്റ് ഓർഗനൈസേഷൻ നേരിട്ട് സ്ഥാനാർത്ഥികൾ നിർത്തും ഇലക്ഷന്? ഇല്ല. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതെ, ഇന്നടുത്ത് ഞങ്ങൾ കുറെ പേരുണ്ട്, നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആളെ അവിടെ നിർത്തണം. അതായത് അവർ പല രീതിയിലായിട്ട് കാസ്റ്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, അവരുടെ കാസ്റ്റിൽ നിന്നുള്ളവർ പൊളിറ്റിക്കൽ പാർട്ടീസ് സീറ്റ് കൊടുക്കുന്നതിനോ മന്ത്രിയാക്കുന്നതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ദേ ഡോണ്ട് ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ ദ പൊളിറ്റിക്സ്, ബട്ട് whoever comes to the power, they will actually be trying to pressurize them. അവരെ പ്രഷർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻഫോർമൽ അസോസിയേഷൻസ് ഉണ്ട്. പിന്നെ നമ്മളൊരു ഡെമോക്രാറ്റിക് സിസ്റ്റം ആണ് അല്ലേ. അപ്പൊ ഫണ്ടമെന്റലി എലക്ഷൻസ് എങ്ങനെ നടത്തുന്നത് നമുക്ക് പഠിക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉള്ളത്, അതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്തൊക്കെയാണ്, പോസ്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, UPSC അല്ലെ, CAG, ഇതുപോലുള്ള അതിന്റെ പവർ സ്ട്രക്ചേഴ്സ്, മാൻഡേറ്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ UPSC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനാ UPSC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അത് അപ്പോയിന്റ്മെന്റിൽ മെറിറ്റ് എന്ന് പറയുന്ന സംവിധാനം എൻഷുർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് അല്ലേ. CAG എന്തിനാ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഈ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവർ എഫക്റ്റീവ്ലി ഫംഗ്ഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഗവൺമെന്റിനെ പ്രോപ്പർലി അക്കൗണ്ടബിൾ ആക്കി നിർത്താൻ പറ്റുന്നത്. അപ്പം നമ്മൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇതുകൂടാതെ സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ലോ, പല നിയമപരമായിട്ടുള്ള ചില ഓർഗനൈസ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ സർട്ടൻ ലോസ് വി ഹാവ് കം അപ്പ് വിത്ത് സർട്ടൻ ബോഡീസ്. സോ ദർ ആർ സർട്ടൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, റെഗുലേറ്ററി ബോഡീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. ഇപ്പൊ ജുഡീഷ്യൽ ബോഡീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കോർട്ടും അതിന്റെ സ്ട്രക്ചേഴ്സും. ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടല്ല, പക്ഷെ എന്നാൽ പണിഷിംഗ് പവേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ക്വാസി ജുഡീഷ്യൽ ബോഡീസിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, സോ with that we have come to the conclusion of what we with that we have come to the conclusion of the syllabus for constitution and polity. ഇത്തരം ഏരിയയിൽ നിന്നുമാണ് 125 മാർക്കിന്റെ ചോദ്യങ്ങൾ UPSC ചോദിക്കുന്നത്. ഓക്കെ, 5 10 മാർക്കറും 5 10 മാർക്കറും 5 15 മാർക്കറും. ഓക്കെ, സിലബസ് കണ്ടോ? ഇത് നമ്മൾ പണ്ടൊന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഡീറ്റെയിൽ ആയിട്ട്. ഒക്ടോബർ ബാച്ചിനാണെങ്കിൽ ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷെ ബാക്കി ബാച്ച് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് നോക്കാം. സാറ് പറഞ്ഞു 5 10 മാർക്ക് ചോദിക്കുന്നുണ്ട്, 5 50 മാർക്ക് ചോദിക്കുന്നുണ്ട്. സാറ് കള്ളം പറയുന്നതാണെങ്കിലോ, ക്വാളിറ്റി ഒത്തിരി ഉണ്ടെന്ന് പറയുന്നതിനായിട്ട്. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ വൺസ്. ഓക്കെ, സോ ഫോർ ഓൾ ദോസ് ഹു, നിങ്ങൾക്ക് എപ്പോഴൊക്കെ UPSC-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് വേണോ, എക്സാമിനേഷൻ ഷെഡ്യൂൾസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഫോർമാറ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും യു ഓൾവേസ് റെഫർ ദ ആക്ച്വൽ വെബ്സൈറ്റ്, UPSC വെബ്സൈറ്റ് തന്നെ. ഇപ്പൊ UPSC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എക്സാമിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, കട്ട് ഓഫ്, ആൻസർക്ക്, അങ്ങനെ വിത്ത് ഇൻഫർമേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ജസ്റ്റ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത എക്സാമിനേഷൻ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത എക്സാമിനേഷൻ. ഓക്കെ, ഓ യാ, നീ തന്നെ പിടിക്കണം, ഞാൻ പിടിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു റീഡ് ദ ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോ കണ്ട സിലബസിലൊക്കെ തന്നെ ഉള്ളതാണോ നോക്കാൻ, വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്, കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഓഫ് ഡെമോക്രസി. കമന്റ്. നമ്മുടെ ജുഡീഷ്യറിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്ന ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെമോക്രസിയുടെ ഒരു പ്രീ റിക്വസിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഡെമോക്രസി എഫക്റ്റീവ്ലി ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ജുഡീഷ്യറിയെ പറ്റി പഠിക്കാനുണ്ട്, അതിന് ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും കണ്ടിട്ടുണ്ട്. ഇനി
who are entitled to receive free legal aid. Assess the role of National Legal Service Authority in rendering free legal aid in India. ഇന്ത്യയിൽ ആർക്കൊക്കെയാണ് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടുന്നത്? അപ്പൊ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടണമെന്ന്. അതായത് ഞാൻ ഒരു കേസ്, അതായത് ലെറ്റ്സ് അതിനെ പറ്റി ഒരു പയ്യൻ വെറുതെ അനാവശ്യമായിട്ട് മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെറുതെ ക്ലാസ്സിലൊന്നും വരുന്നില്ല, എന്നാലും ക്ലാസ് ഭയങ്കര മോശമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നിരിക്കും. നമ്മൾ അവനെ ഒന്ന് വാൻ ചെയ്ത് കേൾക്കുന്നില്ല, പിന്നെയും വാൻ ചെയ്ത് കേൾക്കുന്നില്ല. മൂന്നിനൊന്നാം വൈകുന്നേരം ഇറങ്ങിയപ്പോഴത്തേക്കും മുഖമൂടിധാരികളായിട്ടുള്ള 3 പേര് ഇവനെ തടഞ്ഞു നിർത്തി മൂക്കിടിച്ച് പരത്തി. ആരാന്ന് മനസ്സിലായിട്ടില്ല. ഒരാൾക്ക് കുറച്ച് പൊക്കം വണ്ണമുണ്ട്, ഒരാൾ ഷോർട്ട് ബെൽറ്റ് ആണ്, മറ്റൊരാളുടെ മുടി ഇങ്ങനെ പറന്നു നിൽപ്പുണ്ട്. അങ്ങനെ 3 മുഖമൂടിധാരികൾ ഇടിച്ചു എന്ന് വിചാരിക്കാം. അപ്പം പോലീസ് ഞങ്ങൾ ഈ 3 മുഖമൂടിധാരികളെയും പിടിച്ചു. ഞാൻ കോടതിയിൽ എത്തുകയാണ്. അപ്പൊ കോടതിയിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യും, അല്ലെങ്കിൽ കേസ് ചെയ്യുമ്പം എന്നെ അവിടെ കോടതിയിൽ റെപ്രസെന്റ് ചെയ്യപ്പെടണം, അല്ലെ? ഐ ഷുഡ് ബി റെപ്രസെന്റ് ദ കോർട്ട്. അപ്പൊ എനിക്ക് അതിനു വേണ്ടി ജുഡീഷ്യൽ സംവിധാനം യൂസ് ചെയ്യാം. അപ്പം എനിക്ക് വക്കീലിനെ വെക്കാനായിട്ടുള്ള ആവതില്ലെങ്കിൽ, പൈസ ഇല്ല എങ്കിൽ കോടതി എനിക്ക് വേണ്ടി വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ് തരും. കാരണം ലീഗൽ എയ്ഡ് കിട്ടാത്തതിന്റെ പേരിൽ ആർക്കും ജസ്റ്റിസ് കിട്ടാണ്ടിരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറയുന്ന കൺസെപ്റ്റ്? ഓക്കെ. അപ്പം ഇത് ആർക്കൊക്കെ കിട്ടും? അതിന് നാൽസയുടെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ സീം reluctant to empower urban local bodies both functionally as well as financially. ഓക്കെ. അപ്പം നമുക്കറിയാം 3 ടയർ ഗവൺമെന്റാണ് നമുക്കുള്ളത്, അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്, അല്ലേ? ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എടുത്താൽ തന്നെ അവിടെ 2 ടൈപ്പ് ബോഡീസ് ഉണ്ട്. ഏതൊക്കെയാ? പഞ്ചായത്ത് രാജ് ഉണ്ട്, അർബൻ ഏരിയാസിൽ മുനിസിപ്പാലിറ്റീസ് ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസും കോർപ്പറേഷൻസും. ഇപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ, അല്ലെ? നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ മുനിസിപ്പാലിറ്റി നിന്നാണെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി റീജിയൻ. അപ്പം ബേസിക്കലി റൂറൽ ഏരിയയിൽ പഞ്ചായത്ത് രാജും അർബൻ ഏരിയയിൽ നമുക്ക് എന്തുണ്ട്? മുനിസിപ്പാലിറ്റീസ് അല്ലെ കോർപ്പറേഷൻസ് ഉണ്ട്. ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം കുഴപ്പമില്ലെങ്കിലും അത്രയും പോലും എഫക്റ്റീവ്ലി അല്ല നമ്മുടെ കോർപ്പറേഷൻസ് മുനിസിപ്പാലിറ്റീസ് റൺ ചെയ്യുന്നത്. അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു ഫണ്ടമെന്റൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് നമ്മൾ പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ്, പവേഴ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മുടെ അർബൻ ലോക്കൽ ബോഡീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നം. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിങ്ങൾ ട്രിഡ എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്, അറിയോ? ട്രിഡ. ഹൗ മെനി ഓഫ് യു പീപ്പിൾ ആർ ഫ്രം ട്രിവാൻഡ്രം? ഓക്കെ. ട്രിഡ എന്താന്ന് കേട്ടിട്ടുണ്ടോ? സാറേ ഫോട്ടോസ്റ്റാർ എടുക്കുന്ന ബിൽഡിംഗ് അതെല്ലാം ട്രിഡ എന്ന് പറയുന്നത് ബേസിക്കലി ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് കേട്ടോ. അവരുടെ ഒരു കോംപ്ലക്സ് ആണ്. എവിടെ? നമ്മുടെ മെഡിക്കൽ കോളേജിന് സൈഡിൽ ട്രിഡ ഒരു കോംപ്ലക്സ് ഉണ്ട്. ട്രിഡ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന സംഭവം അതാ. ട്രിഡ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്. ട്രിവാൻഡ്രത്തിന്റെ അർബൻ ഏരിയാസിൽ ഫോക്കസ് ചെയ്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള ബോഡി. ഇത് കൂടാതെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഉണ്ട്. ഇത് കൂടാതെ ഇവിടെ ഒരു MLA ഉണ്ടായിരിക്കും, MP ഉണ്ടായിരിക്കും, അല്ലെ? ഈ മൾട്ടിപ്പിൾ ഇവർ തമ്മിലൊരു പ്രോപ്പർ എന്തുണ്ടാവണം? ആ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവിടുത്തെ അർബൻ ഡെവലപ്മെന്റ് നടക്കത്തുള്ളൂ, അല്ലെ? ഇത് പലപ്പോഴും പല അർബൻ സിറ്റീസിലും നടക്കാറില്ല എന്നുള്ളതാണ് ഫാക്ട്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഹൈദരാബാദ് പോയിട്ടുള്ളവരാണെങ്കിൽ ഹൈദരാബാദ് ഹുദ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഹൈദരാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ബോംബെയിലുണ്ട്, മിക്ക സ്ഥലങ്ങളിലുണ്ട് GCDA, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി. ഇത് ഓരോ അർബൻ ഏരിയാസിലും അവിടുത്തെ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്ത് സംഭവം ഉണ്ടാവും. ഇത് കൂടാതെയാണ് ഞാൻ പറഞ്ഞ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻസും എലമെന്റുകളൊക്കെ ഉള്ളത്. ഇതും ഒരു പ്രോബ്ലമായിട്ട് മാറാറുണ്ട്. അപ്പം അതിനെ വെച്ചിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ സീംസ് റിലക്റ്റന്റ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ആർ റിലക്റ്റന്റ് ടു എംപവർ ദ അർബൻ ലോക്കൽ ബോഡീസ് ബോത്ത് ഫങ്ഷണലി. അവർക്ക് പവേഴ്സ് കൊടുക്കുന്നില്ല, അവർക്ക് ഫിനാൻസ് കൊടുക്കുന്നില്ല. ഇനി കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ അപ്രോച്ച് ടു പാർലമെന്ററി സോവർണിറ്റി. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് പാർലമെന്ററി സോവർണിറ്റി എന്ന് പറയുന്നത്. പാർലമെന്റ് എത്രത്തോളം സോവറിനാണ്, പാർലമെന്റ് എത്രത്തോളം പരമാധികാരമുണ്ട് എന്നുള്ള കൺസെപ്റ്റ്. അപ്പം ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പാർലമെന്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രിട്ടനിൽ നിന്ന്, അല്ലെ? അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പം ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം ഉണ്ട്, ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം ഉണ്ട്. നമ്മുടെ സിസ്റ്റം ഏറെക്കുറെ നമ്മൾ കോപ്പി അടിച്ച് എഴുതിയിരിക്കുന്നത് ബ്രിട്ടനെ നോക്കിയിട്ടാണ്. ബട്ട് ദർ ഈസ് ഫണ്ടമെന്റൽ ഡിഫറൻസ് ഫ്രം ദർ. അതിലൊരു കാര്യം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ പവർ തന്നെ. ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ് വെരി പവർഫുൾ, വെരി പവർഫുൾ. അതായത് ബ്രിട്ടീഷ് പാർലമെന്റിന് എന്ത് നിയമം വേണമെങ്കിലും ഉണ്ടാക്കാന്ന് പറയുന്നത്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ പവർ ഓഫ് ദ പാർലമെന്റ് ടു മേക്ക് ലോസ്. അതേസമയത്ത് ഇന്ത്യൻ സിനാരിയോയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ പാർലമെന്റിന്റെ പവറിന്റെ പുറത്ത് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചില സബ്ജക്റ്റുകൾ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ആർക്ക് ലോ ഉണ്ടാക്കാൻ പറ്റത്തില്ല? പാർലമെന്റ് ലോ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി ചില സബ്ജക്റ്റിന്റെ അകത്ത് ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരെ ലോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അവിടെ അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ബ്രിട്ടനിൽ. സോ ബ്രിട്ടീഷ് പാർലമെന്റ് സോ പവർഫുൾ എന്ന് പറയും. ഇതിനെ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്നറിയാം? പണ്ട് കാലഘട്ടത്തില്, വളരെ പണ്ട്, ഈ ആ, ബ്രിട്ടനിലേക്ക് ആ, രാജാവിനെ ആ, വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ഷെഫ് ശ്രമിച്ചു കഴിഞ്ഞാൽ, കാരണം രാജാവിന് വിഷം കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആക്സസിബിലിറ്റി ഉള്ള ഒരാൾ എന്ന് പറയുന്നത് രാജാവിന്റെ കുക്കിനാണല്ലോ. അപ്പൊ രാജാവിന്റെ കുക്കിനുള്ള പണിഷ്മെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി തിളച്ച എണ്ണയിൽ വറുത്തോരി എടുക്കുക എന്നുള്ളതാണ് പണിഷ്മെന്റ്. പണ്ടുണ്ടായിരുന്ന നിയമമാണ്, ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന നിയമമാണ്, മിഡീവൽ ഏജിൽ. ഇപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് പറയും ഈ കാലഘട്ടത്തിലും അത്രയും കിരാതമായിട്ടുള്ളൊരു ലോ വേണേ കൊണ്ടുവരാം. ബിക്കോസ് നോ വൺ ഈസ് ആക്ച്വലി ഗോയിങ് ടു നോ വൺ ഈസ് എബോവ് ദ ബ്രിട്ടീഷ് പാർലമെന്റ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈവൻ ഇൻ ദ പ്രസന്റ് ടൈംസ് ഓൾസോ ഇഫ് യു വാണ്ട് ടു ബ്രിങ് എ ലോ സെയിങ് ദാറ്റ് ഒരാളെ കൊല്ലുന്നത് എണ്ണയിൽ വറുത്തുപോരിയാണെന്ന്, നമ്മളൊരിക്കലും ഇന്ത്യയിലൊന്നും അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. വൈ? ബിക്കോസ് ദർ ഇസ് ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ദ പാർലമെന്റ്, ബട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഇസ് സെറ്റ് ടു ബി വെരി പവർഫുൾ. ഈ രണ്ട് കൺസെപ്റ്റ് ആണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, ബ്രിട്ടന്റെയും ഇന്ത്യയുടെയും പാർലമെന്ററി സോവറിറ്റിയുടെ ഉള്ള അപ്രോച്ച്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം എന്താ? Discuss the role of presiding office of state legislature in maintaining order and impartiality in conducting legislative work and in facilitating best democratic practices. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിങ്ങൾ ഈ ലോക്സഭ രാജ്യസഭ ചാനൽസ് അറിയാതെ ചാനൽ പണ്ട് മാറ്റി പോകുമ്പോൾ അറിയാതെ കണ്ടുപോയിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ആരെങ്കിലും മനഃപൂർവ്വം ലോക്സഭ ചാനൽ രാജ്യസഭ ചാനൽ വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. എങ്കിലും ഇങ്ങനെ മാറ്റി പോകുമ്പോഴത്തേക്ക് അറിയാതെ കാണുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഒരു ലേ ഔട്ട് ആയിരിക്കും അല്ലേ? ഒരാൾ ഇങ്ങനെ നടുക്കിയിരിക്കുന്നത് ചിലപ്പോൾ കാണും, കുറെ പേര് ഇങ്ങനെ ഇരിക്കുന്ന കാണുമായിരിക്കും. മിക്കപ്പോഴും കേൾക്കുന്ന ഡയലോഗ് ഹിന്ദിയിലാണെങ്കിൽ ബൈജായേ 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 എന്ന് പറഞ്ഞ ഒരാൾ എണ്ണിച്ചെന്ന് പറയുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു അമ്മച്ചി എണ്ണിച്ചെന്ന് പറയുന്നതായിരിക്കും ബൈജായേ എന്ന്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ ഇരിക്ക് ഇരിക്ക്, ഇയാൾ പറയട്ടെ, അവിടെ ഇരിക്ക്. സോ ബേസിക്കലി നമ്മുടെ അതായത് നമ്മുടെ ലോക്സഭയിൽ, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അസംബ്ലി പ്രിസൈഡ് ചെയ്യുന്ന ആളുണ്ട്. പ്രിസൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്പീക്കറിന്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഭയിൽ നടക്കുന്ന ബഹളങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ട്, അതായത് അലമ്പത്തരമൊന്നും ഇല്ലാതെ സഭ നടത്താന്നുള്ള ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? സ്പീക്കറിനുള്ളത്. ആരാ നമ്മുടെ സ്പീക്കർ? ഇവിടെ കേരളത്തിൽ ആരാ സ്പീക്കർ? ഷംസീർ അല്ലേ? എന്തിനാ ഷംസീറിനാക്കിയത്? ബുദ്ധികൾ പറയുന്നത് ഏറ്റവും അലമ്പനെ പിടിച്ച് സ്പീക്കർ ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്നാ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ റോൾ കൊടുക്കുന്നതിന്റെ പാർട്ടായിട്ടാണ് ഷംസീറിനെ സ്പീക്കർ ആക്കിയിട്ടുള്ളത്. ബട്ട് കൺസെപ്റ്റ് എന്താ? സ്പീക്കറിന്റെ ഉത്തരവാദിത്തമാണ് സഭയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തുക, ബഹളങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, എത്രത്തോളം എഫിഷ്യന്റ് ആണ് ഇത് നടത്തുന്നതിൽ എന്നാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്വസ്റ്റ്യൻ, പല സംസ്ഥാനങ്ങളിലെയും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് എഫക്റ്റീവ്ലി ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ള ന്യൂസുകൾ പല സമയത്തായിട്ട് വന്നിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ നമ്മളിൽ ഇഷ്യൂസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നാൽസയുടെ കാര്യം, നാൽസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പലപ്പോഴും ന്യൂസുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നതായിരുന്നു. ഈവൻ ദോ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൺവെൻഷനൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്, സ്പീക്കറിന്റെ റോള്, നാൽസയുടെ ഇമ്പോർട്ടൻസ്. പക്ഷെ ഇത് കറസ്പോണ്ടിങ്ങിലി ന്യൂസിൽ ഡൈനാമിക് ആയിട്ട് വന്നുകൊണ്ടേയിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സിന് എപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് റോള് ഇന്ത്യൻ പൊളിറ്റിയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഓക്കെ, ഇതൊരു 5 ചോദ്യം. ഇത് കഴിഞ്ഞപ്പോൾ 6ാമത്തെ ചോദ്യം തൊട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് സോഷ്യൽ ജസ്റ്റിസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. 1 to 5 ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. Constitution of India is a living instrument with the capabilities of enormous dynamism. It is a constitution made for a progressive society, illustrated with a special reference to the expanding horizons of right to life and personal liberty. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിളിൽ ഒന്നെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. പലരും പല ആർട്ടിക്കിൾസും ഭയങ്കര ക്രൂഷ്യലാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അംബേദ്കർ പറയും ആർട്ടിക്കിൾ 32 ഭയങ്കര ക്രൂഷ്യൽ ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഓവർ എ പീരീഡ് ഇപ്പം ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ കാണുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വീടാന്ന് വിചാരിക്കുക കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ ആർട്ടിക്കിളും അതിൽ ഓരോ മുറികളാന്ന് വിചാരിക്കുക. സപ്പോസ് ഓൺ എ പർട്ടിക്കുലർ ഡേ ആരാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഫുള്ള് മണ്ണെണ്ണ വെച്ച് കത്തിക്കുകയാണ്, ആ വീട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ദ ഓപ്ഷൻ ടു സേവ് 1 റൂം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരാളെ പോയി സേവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് സേവ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഏറ്റവും ഒരു ഇൻഡിവിജ്വൽ ഡയമെൻഷൻ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റുകളുള്ള ഒന്നാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് വെച്ചാൽ എന്താ കൺസെപ്റ്റ്?
ജീവനോട് ഇരിക്കുക എന്നുള്ളതാണ് അല്ലേ? വാട്ട് ഈസ് ദാറ്റ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി? കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 21 ആണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി പറയുന്നത് കേട്ടോ. നമ്മൾ ഫണ്ടമെന്റൽസ് പഠിക്കുമ്പോൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്, ഇത് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോഴേ റൈറ്റ് ടു മിയർ ആനിമൽ എക്സിസ്റ്റൻസ് അല്ല, ചുമ്മാ ജീവനോട് ഇരുന്നാൽ പോലെ. പിന്നെ റൈറ്റ് ടു ഡിഗ്നിഫൈഡ് ലൈഫാ. അപ്പൊ റൈറ്റ് ടു ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിനകത്ത് ഇപ്പൊ റൈറ്റ് ടു ക്ലീൻ എയർ, ക്ലീൻ വാട്ടർ, ക്ലീൻ എൻവയോൺമെന്റ് ഒക്കെ അതിനുള്ളിൽ വരും. അപ്പം ഈ റൈറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ പല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രൈവസിയുടെ റൈറ്റ്സ്, റൈറ്റ് ടു ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകളിൽ ഇപ്പൊ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ശരിക്കും എന്തിന്റെ എക്സ്പാൻഷനാ? ഈ ആർട്ടിക്കിൾ 21 പേഴ്സണൽ ലിബർട്ടിയുടെ എക്സ്പാൻഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിവിങ് ഇൻസ്ട്രുമെന്റ് ആണ്. എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ജീവനുണ്ട്. രാത്രിയാകുമ്പം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ജീവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൗ ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ അലൈവ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് അല്ലേ? എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ അല്ലേ ഇരിക്കുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതും ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഗവൺമെന്റ് മറന്നുപോയിട്ട് പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്ത് കൊടുത്തെന്നിരിക്കും പുതിയ എംപിമാർക്ക്. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസ് പഠിച്ചപ്പോൾ അതിനകത്ത് അമെൻമെന്റ് എന്ന് കണ്ടായിരുന്നു ഇല്ലേ? സോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ദ എബിലിറ്റി ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ ഒരു ലിവിങ് ഡൈനാമിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് നമ്മുടെ. അപ്പൊ പലപ്പോഴും നമുക്ക് മാറ്റങ്ങൾ വരാം, അതിനകത്ത് ഇന്റർപ്രിട്ടേഷൻസ് വരാം. അപ്പൊ ഈ മാറ്റങ്ങളും ഇന്റർപ്രിട്ടേഷൻസും എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ആർട്ടിക്കിൾ 21, അതാണ് ഈ ചോദ്യത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്ടീവ് ഓഫ് ജെൻഡർ ജസ്റ്റിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെലവന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് കേസ് ലോ. നമ്മൾ എങ്ങനെയാണ് ജെൻഡർ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നത്? അതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്, എന്തൊക്കെ നിയമങ്ങളും ലോസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പല കുട്ടികളും ഒരു വുമന്റെ ഡയമെൻഷനിൽ മാത്രമായിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ ജെൻഡർ ജസ്റ്റിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മെൻ ആൻഡ് വുമൻ ഈക്വലി കൺസിഡർ ചെയ്യുന്ന എലമെന്റുകളായിട്ട്. പിന്നെ അക്കൗണ്ട് ഫോർ ദ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ റെഡ്യൂസ്ഡ് ഫ്രീക്വൻസീസ് ഓഫ് യൂസിങ് ആർട്ടിക്കിൾ 356 ബൈ ദ യൂണിയൻ ഗവൺമെന്റ് സിൻസ് മിഡ് 1990. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ടല്ലോ ഇഷ്ടംപോലെ ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ ഒന്നാണ് ഈ ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട്. ആരാ? പിണറായി വിജയൻ സർക്കാർ അല്ലെ? ലെറ്റ്സ് സേ ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്, ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ സ്റ്റേറ്റിൽ അൺനെസസറി ആയിട്ടുള്ള വയലൻസ് ഉണ്ടായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പ്രോപ്പർലി അഡ്രസ് ചെയ്യുന്നില്ല, ഇഷ്യൂസും കാര്യങ്ങളും. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് ഇവിടെ കേരളത്തിൽ, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കേരളത്തിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും? പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാൻ പറ്റും അല്ലെ? ഇതിനാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവരാനായിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ഓക്കെ, ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഡിസ്കസ് നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നേരെ ഫ്ലാഷ് ബാക്ക് അടിച്ചിട്ട് പ്രീ 1947 എറയിലേക്ക് കൊണ്ടുവരും. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നടന്നിരിക്കുകയാണ്, അസംബ്ലി ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 356 ഇമ്പോർട്ടൻസ് പറയുക. ഒത്തിരി അധികം റീജിയണൽ ലീഡേഴ്സ് എണ്ണിച്ചെന്നിട്ട് 356 എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവരരുത്, അതിനെ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തു. കാരണം അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പുറത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഉപയോഗിച്ചിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിനെ തള്ളിക്കളയാനുള്ള സാധ്യത ഭാവിയിലുണ്ട്. അതുകൊണ്ട് 356 എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറെ പേര് ഒപ്പോസിഷൻ വെച്ചു. അപ്പൊ അന്ന് അംബേദ്കർ എണ്ണിച്ചെന്നൊരു കാര്യം പറഞ്ഞു. അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് എമർജൻസിക്ക് വേണ്ടി മാത്രം നമ്മൾ വെച്ചിരിക്കുന്ന പ്രൊവിഷൻ. എന്തിനു വേണ്ടിയിട്ടാ? എമർജൻസിക്ക്. നോർമൽ സിനാരിയോയിൽ ആർട്ടിക്കിൾ 356 നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഉപയോഗിക്കത്തേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ ഉപയോഗിക്കാണ്ടിരുന്ന് ഇതെന്തായിട്ട് മാറും? ഇതൊരു ഡെഡ് ലെറ്റർ ആയിട്ട് മാറും എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ഡെഡ് ലെറ്റർ എന്ന് വെച്ചാൽ എന്തല്ലോ, ഒരു ആർട്ടിക്കിൾ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിലൊരു പർട്ടിക്കുലർ ക്ലോസ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന് അത് ഉണ്ടോ എന്ന് വെച്ചാൽ അത് ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള സംഭവത്തിനാണ് നമ്മൾ ഡെഡ് ലെറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അംബേദ്കർ പറഞ്ഞത് ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല, ഇത് ചില എമർജൻസി വന്നാലേ നമ്മൾ എടുക്കത്തുള്ളൂ. സോ ദിസ് വിൽ ടേൺ ഔട്ട് ടു ബി എ ഡെഡ് ലെറ്റർ എന്ന് പറഞ്ഞു.
കുറെ നാളുകൾക്ക് ശേഷമാണ്. അതായത് അംബേദ്കറൊക്കെ മരണപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ KV കമ്മത്ത് എന്നും പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ വന്നിട്ട് അംബേദ്കർ ഈസ് ഡെഡ് ബട്ട് ഹിസ് ആർട്ടിക്കിൾസ് ആർ വെരി മച്ച് അലൈവ് എന്ന് പറഞ്ഞു. അംബേദ്കർ മരിച്ചുപോയി, പക്ഷെ അദ്ദേഹം എഴുതി വെച്ച സാധനമൊക്കെ ഇപ്പോഴും ജീവനോടുകൂടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളിൽ ഒന്നാണ് ആർട്ടിക്കിൾ 356. കേരളം തന്നെ ഉദാഹരണം എടുക്കുക. EMS ഗവൺമെന്റ് ഇവിടെ അല്ലെ, ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നൊക്കെ എല്ലാവരും പറയുന്നതാണ് EMS ഗവൺമെന്റ്. കംപ്ലീറ്റ് ചെയ്തോ ടേം? ഇല്ല. പ്രസസ് റൂൾ കൊണ്ടുവന്നു. നെഹ്റു ഡെമോക്രസിയുടെ അതായത് നമ്മൾ ഇന്നുണ്ടല്ലോ, ഇന്ന് അല്ലെങ്കിൽ ഈ പ്രസന്റ് ടൈംസിൽ ഈ BJP പ്രസൻസ് റൂൾ അവിടെ ഇമ്പോസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ BJP ഗവൺമെന്റിന് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് മിസ്യൂസ് ചെയ്യണമെന്നുള്ളതിന്റെ സ്റ്റഡി ക്ലാസ് ആരെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത്? ഇതിനു മുമ്പ് ഭരിച്ച സെൻട്രൽ ഗവൺമെന്റിൽ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ചെയ്തിട്ടുണ്ട്. കേരളം, പഞ്ചാബ് ഉൾപ്പെടെയുള്ള, കേരളത്തിൽ തെലുങ്കാന ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും പ്രസൻസ് റൂൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഇമ്പോസ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി 90കളായപ്പോഴത്തേക്കും ഒന്ന് കുറഞ്ഞു. ബൈ 90s ഇറ്റ് ഹസ് ആക്ച്വലി കം ഡൗൺ. അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അന്ന് ഒരു പ്രധാന കാരണം, അന്നൊരു ജുഡീഷ്യൽ വെർഡിക്റ്റ് വരുന്നുണ്ട്. SR ബൊമ്മെ കേസ് എന്ന് പറഞ്ഞൊരു വെർഡിക്റ്റ് വരുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ കുറെ ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫ്രീക്വൻസി കുറഞ്ഞത്. അപ്പം അതാണ് ചോദിച്ചിരിക്കുന്നത്. ശരി. 14, ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് ഫോർ വുമൺ എഫക്റ്റീവ് ആൻഡ് മീനിങ് പാർട്ടിസിപ്പേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. അല്ലെ, ഇപ്പൊ പ്രസന്റ്ലി ഇന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഏതാ? വുമൺ റിസർവേഷൻ ആണ് അല്ലെ. അപ്പം അത് മുൻകൂട്ടി കണ്ടിട്ടൊന്നുമല്ല. ദിസ് ഹാസ് ബീൻ എ ടോപ്പിക് വിച്ച് ഹാസ് ബീൻ ഇൻ ദ പൊളിറ്റിക്കൽ സിനാരിയോ ഫോർ എ ലോങ് ടൈം. വുമൺ റെപ്രസെന്റേഷൻ ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ വുമന്റെ പാർട്ടിസിപ്പേഷനും റെപ്രസെന്റേഷനും കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ചോദിക്കാവേ. 3 ലെവൽ ഗവൺമെന്റ് ആണെന്നറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ. പഞ്ചായത്ത് രാജിൽ വുമന്റെ പാർട്ടിസിപ്പേഷൻ കേരളത്തിൽ എത്രയാണെന്നറിയാം? ഇറ്റ് കംസ് ടു 53% എന്നാ പറയുന്നത്. 50% റിസർവേഷനാണ്. പക്ഷെ നമുക്ക് ഓവർ ആൻഡ് അബോവ് 50% ഉണ്ട്. ഇറ്റ്സ് സെറ്റ് ടു ബി അറൌണ്ട് 50 to 53%. അത് കേരളത്തിലെ പഞ്ചായത്ത് രാജിൽ 52 മുതൽ 53% വുമൺ ഉള്ളപ്പോഴത്തേക്കും അതിന് തൊട്ട് മേളത്തെ സ്റ്റേജ് ആയിട്ടുള്ള കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര വുമൺ ഉണ്ട്? 140 8, 9, 10 അല്ലെ, 8 or 10 അല്ലെ, പ്രസന്റ് 10 ആണോ? 10 MLA-മാരാണ് കേരളത്തിലുള്ളത്. 50% പഞ്ചായത്ത് രാജിലുണ്ട്. അവിടുന്ന് അടുത്ത ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും 10% വേണം, 14 വേണം, 10% ഇല്ല. ഇറ്റ്സ് 8%. എന്താ അത്ര അങ്ങനെ വ്യത്യാസം? വാട്ട് ഇസ് ദ റീസൺ ഫോർ ഇറ്റ്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ലെസ് വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ എലക്ഷൻസ്? വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റീസൺ? എന്തായിരിക്കും? പഞ്ചായത്ത് രാജുകൾ നല്ല രീതിയിൽ ഭരിക്കുകയും പഞ്ചായത്തുകൾ, ഏറ്റവും നല്ല പഞ്ചായത്തുകൾക്കുള്ള അവാർഡൊക്കെ കിട്ടുന്നത് പലതും വുമൻസ് ലീഡ് ചെയ്യുന്ന, പല വിമൻ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തിന് അവാർഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു പഞ്ചായത്ത് മുഴുവൻ വളരെ എഫക്റ്റീവ്ലി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരു MLA ആവാൻ പറ്റാത്തതാണോ? ഇവിടുത്തെ പലപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അകത്ത് ആവശ്യത്തിന് വുമൺ കാൻഡിഡേറ്റ്സ് വരുന്നില്ല അല്ലെ. ഉണ്ടോ? എത്ര പേർക്കാണ് സീറ്റ്സ് കൊടുക്കുന്നതാണെങ്കിൽ തന്നെ എത്രത്തോളം വിന്നിംഗ് സീറ്റ്സ് ആയിരിക്കും കൊടുക്കുക? വുമൺ പാർട്ടിസിപ്പേഷൻ കുറയാനുള്ള പ്രധാന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ പാർട്ടി ഡെമോക്രസി ഭയങ്കര കുറവാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആവശ്യത്തിന് വുമൺ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നില്ല. ഇതൊക്കെ തന്നെ പ്രശ്നമാണ്. ഇതൊരു പൊളിറ്റിക്കൽ റീസൺ ആണെങ്കിൽ മറ്റൊരു സോഷ്യൽ റീസണും കൂടെ ഉണ്ട് കേട്ടോ. കേരളത്തിലെ വുമൺ ഭയങ്കര എംപവേർഡ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും പഞ്ചായത്ത് വരെ പോയി നീ ചെയ്തു, അതിന് മേളിലേക്ക് പോകാനായിട്ട് ആരും സമ്മതിക്കത്തില്ല, വീട്ടിൽ സമ്മതിക്കത്തില്ല. വാർഡിലും പഞ്ചായത്തിലേക്ക് പോയി നിന്നോട്ടെ, എന്നിട്ട് ഉച്ചയ്ക്ക് വന്ന് ചോറും കറി ഉണ്ടാക്കി എനിക്ക് തരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും ഉള്ളത്. ഒരു ആക്റ്റീവ് പൊളിറ്റിക്കൽ സ്പിയറിലേക്ക് വുമൺ എങ്ങനെ തുറന്നു വിടുന്ന ആ ഒരു ഫ്രീഡം ഒന്നും ഇപ്പോഴും നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു സോഷ്യൽ ഫാക്ടറും കൂടെ ഉണ്ട് കേട്ടോ. ഇതിനെ ഓവർകം ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്ത് വേണം? വുമൺ റിസർവേഷൻ ആണോ റെപ്രസെന്റേഷൻ ആണോ നമ്മുടെ ഗോൾ? വുമൺ റെപ്രസെന്റേഷൻ ആണ് ഗോൾ. വുമൺ റെപ്രസെന്റേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ വുമൺ ലീഡേഴ്സിന് റെക്കഗ്നിഷൻ കിട്ടണം. അമ്മേ കറക്റ്റ്? വുമൺ ലീഡേഴ്സിന് റെക്കഗ്നിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വുമൺ ലീഡേഴ്സ് കുറെ പേര് എലക്റ്റഡ് ആവണം. അവർ എലക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് വുമൺ റിസർവേഷനാണ്. സോ വുമൺ റിസർവേഷൻ ഇസ് നോട്ട് ആൻ എൻഡ്, റാദർ ഇറ്റ് ഈസ് എ ഗോൾ ടു അറ്റൈൻ വുമൺ റെപ്രസെന്റേഷൻ. റിസർവേഷൻ എന്ന് പറയുന്നതിന് ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് പോലെ കരുതണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വുമൺ റിസർവേഷൻ വരുമ്പോൾ 33 സീറ്റ്സ് വുമന് വേണ്ടി മാറ്റിവെച്ചു. അപ്പം ഏബിൾ ആയിട്ടുള്ള 33 അല്ലെങ്കിൽ ഏബിൾ ആയിട്ടുള്ള വുമൺ ലീഡേഴ്സ് വരുമ്പോൾ
they will get recognition. അല്ലേ? ഇപ്പൊ കേരളം കണ്ട ഇപ്പം കേരളത്തില് വുമൺ ലീഡേഴ്സ് ഇല്ല എന്നല്ല, നമുക്കുണ്ട്, നല്ല ലീഡേഴ്സ് ഉണ്ട്, പക്ഷെ അതിന് എണ്ണം കൂടണം, കൂടുതൽ വരണം. അതൊന്ന്. അപ്പം വുമൺ റിസർവേഷൻ വരുമ്പോൾ അത് റെക്കഗ്നേഷനിലേക്ക് ലീഡ് ചെയ്യും. ആ റെക്കഗ്നേഷൻ വിൽ നാച്ചുറലി ലീഡ് ടു റെപ്രസെന്റേഷൻ. അപ്പം റിസർവേഷൻ ഒരു കാരണം തന്നെ പലപ്പോഴും റിസർവേഷൻ എന്ന് പറയുന്നതിന് ഒരു ഡ്രോബാക്ക് കൂടി ഉണ്ട് അല്ലേ? എന്താ ഡ്രോബാക്ക്? വുമൺ റിസർവേഷൻ ബില്ല് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ അഭിപ്രായത്തിൽ? അത് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എന്നെ തല്ലും. ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്. അൾട്ടിമേറ്റ്ലി റിസർവേഷൻ, ഏത് റിസർവേഷന്റെ ഫണ്ടമെന്റൽ ഫ്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും. വളരെ വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു വുമൺ ലീഡറും കൂടെ വന്നു കഴിഞ്ഞാൽ നീ മറ്റേ റിസർവേഷൻ സീറ്റ് ഉള്ളതുകൊണ്ടല്ലേ കയറിയത്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ പലപ്പോഴും ദ ഡൂ റെക്കഗ്നേഷൻ ശരിക്കും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ ഒന്നുമല്ല. വുമൺ റിസർവേഷൻ ബിൽ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഒന്നല്ല. വി നീഡ് റെക്കഗ്നിഷൻ ടു മോർ ലീഡേഴ്സ് ദാറ്റ് ക്യാൻ ഓൺലി ബി ഒബ്റ്റൈൻഡ് ത്രൂ റിസർവേഷൻ എന്നുള്ളതാണ് കണ്ടത്. പിന്നെ എത്രത്തോളമാണ് ഇത് പൊളിറ്റിക്കൽ ടൂളായിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ ഉള്ളത് നമ്മൾ വി വിൽ സ്റ്റഡി ലേറ്റർ. അപ്പൊ എനിവേ ദിസ് ഈസ് എ വെരി ഹോട്ട് ടോപ്പിക്, റൈറ്റ്? അപ്പൊ അതാണ് ചോദിച്ചത്. Explain the significance of 101st Constitutional Amendment Act. To what extent does it reflect the accommodative spirit of federalism? ഓക്കെ, അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമെൻമെന്റുകൾ നടത്താൻ പറ്റും. അപ്പം ഓവർ എ പീരീഡ് നമ്മൾ അമെൻമെന്റുകൾ നടത്തുമ്പോഴത്തേക്കും അതായത് പല പല എലമെന്റുകൾ ഉണ്ടാവും. അപ്പം എന്തിനു വേണ്ടിയിട്ട് അപ്പം 101 ഇപ്പൊ ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 101st Constitutional Amendment എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് വെച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ബാക്കി എഴുതാൻ പറ്റുള്ളൂ. സോ UPSC വോണ്ട് ആക്ച്വലി റിവീൽ വാട്ട് ഇറ്റ് ഈസ് അബൌട്ട്. അറ്റ് ടൈംസ് ഇറ്റ് ഡസ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ ഞാനൊക്കെ ആലോചിക്കുന്നു, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ചിലത് എന്താണെന്ന് ചോദിക്കത്തില്ല, പക്ഷെ ഫെഡറലിസം ഫസ്റ്റ് 101st Constitutional Amendment improves the federalism. Federalism is an important feature of the constitution എന്ന് നമ്മളൊരു ഫെഡറലിസത്തെ പറ്റിയൊക്കെ 1.5 പേജ് എഴുതി വെക്കും. എനിവേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഈ എന്താണ് അമെൻമെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഉണ്ട്. ബേസിക്കലി അമെൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അമെൻഡ് ചെയ്യാനായിട്ട്, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെന്ന് വിളിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തെന്ന് വിളിച്ചത്? അതൊരു ലിവിങ് ഡോക്യുമെന്റ് ആണ് വിളിച്ചത്. ഈ 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? GST ബിൽ അല്ലേ? GST എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് സെൻട്രലിനും സ്റ്റേറ്റിനും പ്രത്യേകം ടാക്സേഷൻ പവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സെൻട്രലിനും സ്റ്റേറ്റിനും ടാക്സേഷൻ പവേഴ്സ് എല്ലാം കൂടെ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതൊരു യൂണിഫോം ടാക്സ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിന്നു. അപ്പൊ ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയും നമ്മുടെ GST ഇംപ്ലിമെന്റ് ചെയ്ത രീതിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ GST ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് അല്ലേ? GSTയുടെ ഷെയർ കേരളത്തിന് കിട്ടിയില്ല, അത് കൊടുത്തില്ല എന്നൊക്കെയുള്ള കുറെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഗെയിൻ ദിസ് ഇസ് എ വെരി ലൈവ് ഇഷ്യൂ. അന്ന് ഇത് പണ്ട് പാസ് ചെയ്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും അതിന് ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വുഡ് ബി അതെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പാർലമെന്ററി കമ്മിറ്റി സിസ്റ്റം. ഹൗ ഫാർ ഹാവ് ദ ഫിനാൻഷ്യൽ കമ്മിറ്റീസ് ഹെൽപ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഇന്ത്യൻ പാർലമെന്റ്? അപ്പൊ നമ്മുടെ പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോക്സഭയിൽ എത്ര പേരുണ്ടെന്ന് അറിയാവോ? ഹൗ മെനി members are there in ലോക്സഭ? 545. How many members are there in രാജ്യസഭ? 245. ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ ഈ 545 പേരെ എടുത്തിട്ട് നിങ്ങൾ ഈ 100 പേരെ എനിക്ക് ഒരുമിച്ച് എടുത്തിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് 545 പേരെ. So it is very difficult for this large group to function and take decisions or look into some matters, etc. അപ്പോൾ പലപ്പോഴും പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യാൻ നേരത്ത് നമ്മൾ പല പല കുഞ്ഞു കമ്മിറ്റികൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ കമ്മിറ്റീസ് ആയിരിക്കും പല ജോലികളും പെർഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പാർലമെന്ററി കമ്മിറ്റീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൽ ഫിനാൻഷ്യൽ കമ്മിറ്റീസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഡയമെൻഷൻ. അപ്പൊ നമുക്ക് 3 ഫിനാൻഷ്യൽ കമ്മിറ്റീസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് അറിയാവോ? നമുക്കൊരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PUC അതായത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, പിന്നെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി. ഇതൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പാർലമെന്റ് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 125 അല്ല 140 മാർക്കിന്റെ ചോദ്യം എവിടുന്നാണ് ചോദിച്ചിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി 5 10 മാർക്കേഴ്സും 6 15 മാർക്കേഴ്സും ചോദിച്ചു. ഓക്കെ, യു ഗോട്ട് ദ ഐഡിയ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അല്ലെ? GSന്റെ ഓൾമോസ്റ്റ്, അതായത് GS2ന്റെ ഓൾമോസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രിലിംസിന്റെ അകത്തും 10 to 12 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ സബ്ജക്ട് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ഓൾ ഓഫ് us. ആൻഡ് വി ഹാവ് ഓൾസോ സീൻ ദ സിലബസ് ഓൾസോ. ക്ലിയർ? ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സിലബസ് കണ്ടതിലും കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടതിലും? എനി ബേസിക് ഡൗട്ട്?
സബ്ജക്ട് വൈസ് എന്നല്ല, അതല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? ഇല്ല, ഓൾ ക്ലിയർ. ശരി, ഓൺലൈനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ഇഷ്യൂസ് എന്തെങ്കിലും? ഇല്ല. ചോദിക്കൂ. അല്ല, ദിഷിത് ഇല്ലെന്നാണ് പറഞ്ഞല്ലേ? ശരി ശരി. ശരി, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പം ഇനി അടുത്തത് നമുക്ക് റെഫറൻസ് മെറ്റീരിയൽസിനെ പറ്റി പറയാം അല്ലേ? അപ്പം ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ഫണ്ടമെന്റൽ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് എന്താ? അത് ഒന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബുക്കുകൾ. പക്ഷെ നിങ്ങളുടെ രണ്ടാമത്തെ റെഫറൻസ്, ഒന്നാമത്തെ റെഫറൻസ് എന്തോ? അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ. അപ്പം നമുക്ക് ആക്ച്വൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. There are two ways in which you can have the constitution with you. One, the most simple way, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൾ ആണെങ്കിലും അതുപോലെ ഐഫോൺസ് ആണെങ്കിലും അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിലും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒത്തിരി ബ്ലോട്ട്വെയറും അഡ്വർടൈസ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പ് നമ്മൾ എപ്പോഴൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടാവുക. അപ്പം പർട്ടിക്കുലർ പേഴ്സണെ വിളിച്ചിട്ട് ഇത് വായിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അത് വായിക്കാൻ കയ്യിൽ സാധനം റെഡി ആയിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ, സാർ ഞാൻ മൊബൈൽ യൂസ് ചെയ്യാറില്ല. ശരി, യൂസ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്ത് തരാം? നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബെയർ ആക്ട് മേടിക്കാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബെയർ ആക്ട് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമായിട്ടുള്ള പുസ്തകം കിട്ടും, അല്ല പ്രൊവിഷൻസ് മാത്രമായിട്ടുള്ളത്. ബുക്ക് മേടിച്ച് പൈസ ഒന്നും കളയണ്ട. നിങ്ങൾക്ക് ആപ്പിലോ ലാപ്പിലോ ഈ സംഭവമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. പക്ഷെ കയ്യിലുണ്ടാവണം. കാരണം ഇപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ടെസ്റ്റ് ആർട്ടിക്കിൾ 21 എന്താ, ആർട്ടിക്കിൾ 23 എന്താ, ആദ്യത്തെ ആർട്ടിക്കിൾ ഇത് എത്ര എന്ന് വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വായിക്കാനായിട്ട് കയ്യിൽ സാധനം ഉണ്ടാവണം. നിങ്ങളും പലപ്പോഴും ആക്ച്വലി വായിക്കുന്നത് അത് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് എന്താണ് അതിനകത്ത് യഥാർത്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്നും വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഓവർ എ പീരീഡ് യു വിൽ ആക്ച്വലി ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് റിട്ടൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? അതാണ് നിങ്ങളുടെ റെഫറൻസ്. ഇത് കൂടാതെ ഇതിന്റെ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് NCERTs ഉണ്ട്. സാധാരണഗതിയിൽ എല്ലാവരും പറയും നമുക്ക് ആദ്യം NCERT പഠിക്കുക, NCERT പഠിച്ചിട്ട് അടുത്തടുത്തിലേക്ക് പോകാന്ന് പറയും. ഇവിടെ പൊളിറ്റിയുടെ ഒരു സബ്ജക്റ്റിന്റെ നേച്ചറും കൂടെ വെച്ചിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ ബേസിക് ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ഫോളോ ചെയ്ത് പോയതിനു ശേഷം മാത്രം നമുക്ക് NCERT പഠിച്ചാൽ മതി. NCERT പഠിക്കേണ്ടതെന്നല്ല, NCERT പഠിക്കണം. NCERT ഇപ്പൊ പഠിക്കാനായിട്ട് നിങ്ങൾ ലെറ്റ്സ് ഒരു പുസ്തകം പഠിക്കാൻ നിങ്ങൾ 10 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, NCERTയുടെ പർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു 4 മണിക്കൂറിനുള്ളിൽ ഒരു 40% ആയിട്ട് കുറയും നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈം. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് NCERT സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് UPSC നേരിട്ട് NCERT ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ നിങ്ങൾ NCERT ആദ്യം വായിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് പൊളിറ്റി നമ്മൾ ലക്ഷ്മികാന്തും ക്ലാസ്സും ഫോളോ ചെയ്തതിന് ശേഷം NCERT വായിക്കാന്നുള്ളത്. അപ്പൊ NCERT പിന്നെ പതുക്കെ വായിച്ചാൽ മതി. പക്ഷെ വായിക്കണം, ഇറ്റ്സ് വെരി ക്രൂഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്ര നേരം കണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒരു കാര്യം മനസ്സിലായത്, ഇത് വളരെയധികം കറണ്ട് അഫയേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? അപ്പം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടുന്നത്? കമ്പൈലേഷൻസ്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടുന്ന ഫണ്ടമെന്റൽ എലമെന്റ് എന്ന് പറയുന്നത് ഒന്ന് ഹിന്ദു അല്ലേ, അതല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്. ന്യൂസ് പേപ്പേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി പൊളിറ്റി ബേസ്ഡുള്ള ന്യൂസുകൾ എപ്പോഴും ഉണ്ടാവും. ബട്ട് യു ഷുഡ് ഹാവ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റി. പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്ന, അങ്ങോട്ട് മൂവ് ചെയ്യുന്ന, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന, ഇയാളെ കുറ്റം പറഞ്ഞ് ഇയാളെ കുറ്റം പറഞ്ഞ് ഈ കൺസെപ്റ്റൊക്കെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ പത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പത്രത്തിൻ്റെ അകത്ത് ഗാർഡിയൻ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ഗാർഡിയൻ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ പോയിന്റ് ഇത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഗാർഡിയൻ മിനിസ്റ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്, അതായത് മഹാരാഷ്ട്രയിൽ ഇഷ്യൂ ആണ്.
അപ്പൊ മഹാരാഷ്ട്രയിലെ NCP ഒരു വിങ്, പിന്നെ ശിവസേനയുടെ ഒരു വിങ്ങും BJPയുടെ ഒരു വിങ്ങും കൂടെ ചേർന്നിട്ടാണ് ഇപ്പം മഹാരാഷ്ട്ര റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 3 പൊളിറ്റിക്കൽ പാർട്ടീസും തമ്മിലുള്ള പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ പറ്റിയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷെ നമുക്ക് അതിൽ നിന്നുള്ള ടേക്ക് അവേ എന്ന് പറയുന്നത് ഒരു ഗാർഡിയൻ മിനിസ്റ്റർഷിപ്പ് എന്ന് പറയുന്നത്, അതായത് ഒരു പർട്ടിക്കുലർ റീജിയന്റെ അല്ലെങ്കിൽ സിറ്റിയുടെ ഒക്കെ ഗാർഡിയൻ മിനിസ്റ്റർ ആയിട്ട് ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതാണ് അതിനകത്ത് നിന്നുള്ള ടേക്ക് അവേ, പൊളിറ്റിയുടെ ടേക്ക് അവേ. അപ്പം നിങ്ങളത് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഓടിച്ചു വായിച്ചോട്ടെ, ഓക്കെ ഗാർഡിയൻ മിനിസ്റ്റർ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതല്ലാതെ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസാണ് അവർ തമ്മിലുള്ള സ്ട്രഗിൾ എന്താണെന്നൊന്നും എവിടെ വരുന്നില്ല. നിങ്ങളുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പൊളിറ്റിക്സ് ഒത്തിരി ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ആരും ഗെറ്റിംഗ് ദ പോയിന്റ്? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എല്ലാവരും ഹിന്ദുവാണ് വായിക്കുന്നത്, ബട്ട് ഈക്വലി ഗുഡ് ആണ്. ചിലപ്പോൾ ഒരു പടിക്ക് മുകളിൽ ഉള്ള ഗുഡ് ആണെന്ന് തന്നെ പറയും. ഇന്ത്യൻ എക്സ്പ്രസ് വാസ് ഓൾസോ ഗുഡ്. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ യു ഡോണ്ട് ഗെറ്റ് ദ പ്രിന്റഡ് കോപ്പി ഹിയർ. ഇവിടെ കിട്ടുന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതൊരു ടോയ്ലറ്റ് പേപ്പറാണ്, വലിയ ഗുണമൊന്നുമില്ല, അത് വായിക്കേണ്ട കാര്യമില്ല. ബട്ട് റാദർ യു ക്യാൻ ആക്ച്വലി ഗോ ഫോർ വാട്ട് യു ക്യാൻ ഗോ ഫോർ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഏത് വെർഷൻ? അതാ ഡെലിവർ, അതിന്റെ പ്രിന്റഡ് സാധനം നമുക്ക് കിട്ടും. ഐ മീൻ പ്രിന്റ് എന്ന് വെച്ചാൽ ആപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വെരി എക്സലന്റ് ബ്യൂട്ടിഫുൾ ആർട്ടിക്കിൾസ് ആൻഡ് ഓൾസോ ഇവരുടെ ഒരു എക്സ്പ്ലെയിൻ സീരീസ് ഉണ്ട് വിച്ച് ഹിന്ദു ഹാസ് നൗ സ്റ്റാർട്ടഡ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു എക്സ്പ്ലെയിൻ സീരീസ് ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ന്യൂസിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഗീവ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ് ന്യൂസ്. മെനി ടൈംസ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ന്യൂസ് വായിച്ചാൽ ഏതപ്പ കോതങ്ങൾ, കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം എന്താ, കുറെ ബാക്ക് സ്റ്റോറീസും എലമെന്റും ഒക്കെ ഉണ്ടായിരിക്കും. സോ എക്സ്പ്ലെയിൻഡ് ആക്ച്വലി ഹെൽപ്സ് യു ടു ടാക്കിൾ ദാറ്റ്. അതാണ് എക്സ്പ്ലെയിൻ്റെ ഒരു ഗുണം. പക്ഷേ മറ്റേ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്ലെയിൻഡ് ഇസ് വെരി ബ്യൂട്ടിഫുൾ, വെരി എക്സ്റ്റെൻസീവ് ഓൾസോ. ഐ വിൽ ഷോ യു ദാറ്റ് ഓൾസോ. ഓക്കെ, ഇനി നിങ്ങൾ മറ്റ് മാഗസിൻസോ അങ്ങനെയൊന്നും വായിക്കണമെന്നില്ല. നിങ്ങളൊരു കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻസ് ഫോളോ ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് ഐലൻഡ് കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് മാത്രമാണ് നമുക്ക് കമ്പൈലേഷൻസിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ മറ്റു വല്ല കമ്പൈലേഷൻസും പോയി കഴിഞ്ഞാൽ ഒരു വീക്കിൽ തന്നെ 10, 12, 15 ആർട്ടിക്കിൾസ് ആണ് ഒരു വീക്കിൽ തന്നെ. നമ്മൾ അതിനകത്തുനിന്ന് നമ്മളൊരു 8 ആർട്ടിക്കിൾസ് ആണ് മാക്സിമം ഒരു വീക്കിലേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറത്തുനിന്ന് ചോദിക്കുമായിരിക്കും, പക്ഷെ ഇത് എന്ത് വന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് എന്ത് വന്നാലും ചോദിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള രീതിയില്ല. ഓക്കെ, അപ്പൊ കമ്പൈലേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പൈലേഷൻസ് ഫോളോ ചെയ്യാൻ 2 രീതിയിലുണ്ട്. ഒന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മൾ കമ്പൈലേഷൻസ് ഗ്രൂപ്പിൽ സോർട്ട് ചെയ്തിടാറുണ്ട്. ഓക്കെ, അപ്പം 5ാമത്തെ നിങ്ങളുടെ റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് islandkana.com അല്ലെങ്കിൽ കാന കമ്പൈലേഷൻസ് എന്ന് പറയുന്നത്. ഇനി 6ാമത്തേത് എന്ന് പറയുന്നത് PRS ഇന്ത്യയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, prsindia.org. അപ്പൊ നമ്മുടെ പാർലമെന്ററി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ട്രാക്ക് ചെയ്യുന്ന, ബില്ലുകളൊക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പൊ ഇതിനൊരു ഗുണം, ഓർഗനൈസേഷൻ അല്ല, ഒരു വെബ്സൈറ്റാണ്. ഇതിന് ഗുണം എന്താണെന്നറിയോ? ഇതിന് ഫണ്ടമെന്റൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒരു പുതിയൊരു ബില്ലുമായിട്ട് വന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ വുമൺ റിസർവേഷൻ ബിൽ, ആ ബില്ലിന്റെ പ്രൊവിഷൻസ്, അതിന്റെ ഡിഫറെന്റ് അനാലിസിസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എവിടെ കിടക്കും? ഇവരുടെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. അതാണ് PRS ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഗവൺമെന്റ് കൊണ്ടുവരുന്ന ബില്ലുകളുടെ നല്ലൊരു ബ്യൂട്ടിഫുൾ അനാലിസിസ്, അതും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി കൊണ്ടുവന്നിരിക്കും. നമ്മൾ പത്രത്തിലൊക്കെ പലപ്പോഴും കാണുമ്പോഴത്തേക്കും അവരിപ്പോൾ PRS ഡേറ്റ എടുത്തിട്ട് താഴെ സോഴ്സ് PRS ഇന്ത്യ എന്ന് പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട്. സോ അതും കൂടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് കറണ്ട് അഫയേഴ്സിന്റെ അകത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ, അത് ബേസിക്കലി ന്യൂസ് എക്സ്പ്ലെയിൻഡ് ആണ്. അതിൽ എക്കണോമിക്സ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അങ്ങനെ ഓരോരോ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം മിനറൽ, ലിഥിയം എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോയൽറ്റി റേറ്റും ബാക്കിയുള്ള പ്രൊവിഷൻസും. അങ്ങനെ അത് പൊളിറ്റി മാത്രമല്ല കേട്ടോ ലിമിറ്റഡ്. നമുക്ക് GS3-ലാണെങ്കിലും GS2-ലാണെങ്കിലും വന്ന കറണ്ട് ആയിട്ടുള്ള ഇവന്റുകളും നല്ല രീതിയിൽ എന്തിൽ കവർ ചെയ്യുന്നുണ്ട്? ഈ എക്സ്പ്ലെയിൻ സീരീസിൽ കവർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ദിസ് ഈസ് വെരി ഗുഡ്. ദിസ് ഹെൽപ്സ് എ ലോട്ട് വിത്ത് റെസ്പെക്ട് ടു അണ്ടർസ്റ്റാൻഡിങ് തിങ്സ്. നമുക്ക് ഇപ്പൊ നിങ്ങളൊരു ന്യൂസ് നിങ്ങൾ പലരും ഫോളോ ചെയ്യുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ടാവും. എത്രത്തോളം നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യൽ എലമെന്റ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു എൻറ്റിറ്റിയാണിത്. ഓക്കെ, ആൻഡ് ഐ വിൽ ജസ്റ്റ് ഷോ ദ PRS ഇന്ത്യ ഓൾസോ.
ഇതാണ് PRS ഇന്ത്യയുടെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബിൽസ് ആക്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ ഇപ്പൊ കൊണ്ടുവന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബില്ലിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്, അതിന്റെ ബില്ലിന്റെ സമ്മറി എന്താണ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇൻഫർമേഷൻസ്. അപ്പം ഇതിൽ വന്നു കഴിഞ്ഞാൽ പാർലമെന്റിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, വുമണുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫർമേഷൻസും തരും. അപ്പം നമുക്ക് ദിസ് ഈസ് യൂസ്ഫുൾ നോട്ട് ഓൺലി വിത്ത് റെസ്പെക്ട് ടു ഗെറ്റിംഗ് ആൻ ഐഡിയ. അവർ ഡേറ്റാസും കാര്യങ്ങളും തരുമ്പോൾ നമ്മുടെ ആൻസേഴ്സിന്റെ അകത്ത് ഫോർഡർ ആയിട്ട് അല്ലെങ്കിൽ ആൻസേഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ ഈസ് ഓൾസോ ക്യാൻ ഓൾസോ ബി ഐഡന്റിഫൈഡ് ഓവർ ഹിയർ. ഇപ്പം വുമൺ പാർലമെന്റിലെ റെപ്രസെന്റേഷൻ ഡിസ്കസ് ചെയ്യുന്ന അപ്പം ദ പെർസെൻറ്റേജ് ഇൻ സം നാഷണൽ ലെജിസ്ലേച്ചർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വീഡനിലുണ്ട്, ജപ്പാൻ. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മേജർ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര താഴെയാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ 15% ആണുള്ളത്. ഓക്കെ, പിന്നെ പാർട്ടി വൈസ് റെപ്രസെന്റ്. അപ്പൊ ഡേറ്റ, ഇത്തരം ഡേറ്റാസ് ആക്ച്വലി 2-3 പേജിലായിട്ട് ഇവരിങ്ങനെ ഇൻഫർമേഷൻസും തരാറുണ്ട്, വിച്ച് അഗൈൻ ഇസ് വെരി ക്രൂഷ്യൽ വൈൽ യു ആർ റൈറ്റിംഗ് എസ്സേസ്, റൈറ്റിംഗ് ആൻസേഴ്സ് എഴുതുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആൻസേഴ്സിന് ഒതന്റിക്കേഷൻ തരുന്നത് ബേസിക്കലി എല്ലാവരും എന്ത് ആൻസർ എഴുതുമ്പോൾ തള്ളുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നിങ്ങളുടെ തള്ളിന് ഒതന്റിക്കേഷൻ തരുന്നത് എന്താണ്? ഡേറ്റ ആണ്. ഡേറ്റ എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് അതാ. നിങ്ങളുടെ തള്ള് ഒതന്റിക്കേറ്റഡ് ആവുന്നത് ഡേറ്റാസും അതുപോലെ തന്നെ എക്സാമ്പിൾസും കേസ് സ്റ്റഡീസും ഒക്കെ വരുമ്പോഴത്തേക്ക്. ദാറ്റ്സ് വൺ ക്രൂഷ്യൽ എലമെന്റ് വിത്ത് റെസ്പെക്ട് ടു റൈറ്റിംഗ് ആൻസേഴ്സ്. ഓക്കെ, യെസ്. എനി ഡൗട്ട് സോ ഫാർ? റെഫറൻസ് മെറ്റീരിയൽ എന്തെങ്കിലും ഡൗട്ട്? ക്ലാസ്സിന് പൊളിറ്റിക്ക് ക്ലാസ് നോട്ട് ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെക്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടൊക്കെ എഴുതാം, അതും കുഴപ്പമൊന്നുമില്ല. എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയും, എഴുതാനായിട്ട് പറയും. കാരണം ലക്ഷ്മികാന്തിൽ ഇല്ലാത്തതോ ലക്ഷ്മികാന്ത് പറയാത്ത കേസോ, ലക്ഷ്മികാന്താണ് നിങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ ബേസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓരോരോ ടോപ്പിക്ക് വായിക്കുമ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് ലക്ഷ്മികാന്തിൽ ഏത് പോർഷൻസ് ആണെന്നുള്ളത് വായിക്കാം. പക്ഷേ അപ്പം ലക്ഷ്മികാന്തിന്റെ അകത്തുള്ളത് തന്നെയാണ് നോട്ട് എന്നുള്ളത് കൊണ്ട് ദർ ഇസ് നോ നീഡ് ഫോർ യു ടു റൈറ്റ് എ നോട്ട് ബേസ്ഡ് ഓൺ ലക്ഷ്മികാന്ത് ആൻഡ് ഓൾ. യു ആർ സപ്പോസ് ടു റീഡ് ലക്ഷ്മികാന്ത് 4 to 5 times. ലക്ഷ്മികാന്ത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നതിന് മുമ്പ് 4-5 തവണയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. എങ്കിലും നമുക്ക് അത്ര റീകളക്ട് ചെയ്ത് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലക്ഷ്മികാന്തിൽ ഇല്ലാത്തതായിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചില കേസുകളും അതുപോലെ എക്സാമ്പിൾസും ഒക്കെ, നമുക്ക് ലൈവ് എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലെക്ചർ നോട്ടായിട്ടോ ലക്ഷ്മികാന്തിൽ നിന്ന് നോട്ട് ഡൗൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പം ലക്ഷ്മികാന്ത് കയ്യിലുണ്ടാവുക നിങ്ങളുടേത്. ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിൽ കൊണ്ടുവന്നില്ലെങ്കിലും ഇതാണ് നിങ്ങളുടെ റെഫറൻസ് ബേസ് ബുക്കുകളിൽ ഒന്നെന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, പിന്നെ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ക്ലാസ്സിലേക്ക് മാത്രമുള്ളതാണ് കേട്ടോ. ഒന്ന്, നിങ്ങൾ ചില കാരണങ്ങളാൽ ലേറ്റ് ആയിട്ട് വരുന്നുണ്ടാകും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പോകണമായിരിക്കും. ക്ലാസ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കയറാനുള്ളവർ കയറുക, വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. എൻ്റെ പെർമിഷൻ കിട്ടിയിട്ടല്ല നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ പൈസയൊക്കെ അടച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കയറിയിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ പോവാം. വളരെ കഷ്ടപ്പെട്ട് ഒരു ടെമ്പോ പിടിച്ച് നമ്മളൊരു ടെമ്പോയിൽ സാധനം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മേ കമിൻ, മേ ഗോ ഔട്ട് ഓഫ് ദ ക്ലാസ് ഒക്കെ ചോദിച്ചിട്ട് ആ ടെമ്പോ കളയരുത്. അപ്പം ഞാൻ പഠിപ്പിച്ചോളൂ. അപ്പം ഞാൻ നിങ്ങളാരും മനഃപൂർവ്വം കാണാതിരിക്കുന്നൊന്നുമില്ല. ഐ എം സെയിങ് പീപ്പിൾ ഹു സ്റ്റാൻഡിങ് ഔട്ട് സൈഡ്, ബട്ട് ഐ ഡോണ്ട് എക്സ്പെക്ട് യു ടു ഗെറ്റ് മൈ പെർമിഷൻ ടു ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. ഗോട്ട് ദ പോയിന്റ്? ഒന്ന്. രണ്ട്, ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് എണ്ണിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കുന്നിടത്ത് എണ്ണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. പിന്നെ റെസ്പെക്ട് ഷുഡ് ബി ഇൻ യുവർ ഹാർട്ട്, നോട്ട് ഇൻ യുവർ ആക്ഷൻസ്. എണ്ണിച്ച് നിന്നിട്ട് ആ കാലമാടം വരുന്നുണ്ടെന്ന് പറയുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവിടെ ഇരിക്കാൻ തന്നെയാണ്. രണ്ടാമത്തത്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതായത് ലെക്ചർ നോട്ടുകൾ നിങ്ങൾക്ക് എഴുതാം. ഫണ്ടമെന്റലി ഞാൻ ഒരു പ്രിന്റഡ് നോട്ട് എഴുതാം. ബിക്കോസ് മൈ പ്രിന്റഡ് നോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ലക്ഷ്മികാന്ത് ആണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും ബേസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ പേപ്പറിന്റെ ഒരു പ്രത്യേകത അത് തന്നെ. മെയിൻസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് എലമെന്റുകൾ കാണേണ്ടതായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പ്രിലിംസിന്റെയും അതുപോലെ മെയിൻസിന്റെ ബേസിക്സും നമുക്ക് കവർ ചെയ്ത് തരുന്നത് ലക്ഷ്മികാന്തിൽ നിന്ന് തന്നെയാണ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, എനി ഡൗട്ട്? തുടങ്ങാം. അപ്പൊ ഇത്ര നേരം എന്താ ചെയ്തോണ്ടിരുന്നത്? ഓക്കെ, ബിഫോർ ഐ സ്റ്റാർട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു നോ. ഓക്കെ, നമുക്കിവിടെ ഒക്ടോബർ ബാച്ച് ഒന്ന് കൈവക്കിക്കേ. ഓക്കെ, അതാണ്. നിങ്ങളിപ്പോ ഏത് ബാച്ചാ? ഓഗസ്റ്റ് ബാച്ച്. ഓഗസ്റ്റ് ബാച്ച് എത്ര പേരുണ്ട്? രണ്ടിനും കൈവക്കുന്ന പിള്ളേരുണ്ടോ? ഇല്ലല്ല, ഇല്ല. ഓക്കെ, സി പൊളിറ്റി ഈസ് ന്യൂ ടു ബോത്ത് പീപ്പിൾ അല്ലെ. എല്ലാവർക്കും പൊളിറ്റി പുതിയതാണ്. അപ്പം
You will have lots of doubt. There is no issue in asking doubts. Doubts are always welcomed here. പൊട്ട ഡൗട്ടുകളാണെങ്കിലും ചോദിക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു തവണ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണെങ്കിൽ നോക്കുക, ആ ഒരു എഫേർട്ട് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഞാൻ എഴുതിയ പുസ്തകമല്ല കോൺസ്പിറേഷൻ, ഞാൻ പഠിപ്പിക്കുന്ന പുസ്തകമാണ് കോൺസ്പിറേഷൻ. അപ്പോൾ ഇതിനകത്ത് കുറേ അധികം എന്തുണ്ട്, കുറേ അധികം ഇൻഫർമേഷൻസ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ റെഫർ ചെയ്ത് തരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ റെഫർ ചെയ്ത്, ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ റെഫർ ചെയ്ത് തരും. ചിലത് ഞാൻ പറയും, അപ്പോൾ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പുതിയ കുട്ടികൾക്കുള്ളൊരു ടെൻഡൻസിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ഉണ്ടാക്കുക. എങ്ങനെ? സാറിൻ്റെ അടുത്ത് വെച്ചിട്ട്, സാർ അതിങ്ങനെ ചെയ്തിട്ട് ഇവരിങ്ങനെ പോയിട്ട് അവരങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് സാർ. പടച്ചോനറിയാം. അപ്പം ഞാൻ പറഞ്ഞത് UPSC ഇങ്ങനെ ചോദിക്കുമോ? അപ്പം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ട് ആയിട്ട് അല്ല, നിങ്ങൾ പൊളിറ്റിയിൽ നിന്ന് ചോദിക്കുന്ന 12 ചോദ്യവും 125 മാർക്ക് മേടിക്കുക എന്നാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ദിസ് ഈസ് ആൻ എക്സാമിനേഷൻ, സീറ്റ്സ് ഓൾവേസ് ആസ് ആൻ എക്സാമിനേഷൻ. പിന്നെ ഇത് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളൊരു ബെറ്റർ സിറ്റിസൺ ആവുന്നതാണ് വെപ്പ്. ഓക്കെ, ദാറ്റ് സംതിങ് ദാറ്റ് വി വിൽ സി. അപ്പം പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ്, ഇപ്പം ഞാൻ തന്നെ ക്ലാസ്സിൽ ഈ ഒരു കുട്ടി എന്ന് വെച്ചിട്ടുണ്ട്, സാർ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻ ഫ്ലൈറ്റിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഇന്ത്യയുടെ ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ന കൺട്രിയുടെ ബൗണ്ടറിൽ എത്തി, അവിടെ വെച്ച് കുട്ടി പ്രസവിച്ചു. അപ്പോൾ ഈ കുട്ടി ഏത് സിറ്റിസൺ? അല്ല ഞാൻ ചോദിച്ചത്, ഇത് ഡൗട്ട് പിള്ളേർ ചോദിച്ചിട്ടില്ല, അത് പിള്ളേർ ജെനുവൻലി ചോദിക്കുന്ന, അവർ സാറിനെ ഇതാക്കാൻ വേണ്ടി ചോദിക്കുന്ന ആണെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷെ ഡൗട്ട്സ് ക്യാൻ ബി ദെയർ, ബട്ട് ഈസ് ഇറ്റ് ഗോയിങ് ടു ഹെൽപ്പ് us ഇൻ ദിസ് എക്സാമിനേഷൻ എന്നുള്ള കാര്യം നോക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അത്രേ ഉള്ളൂ പോയിന്റ്. ഓക്കെ, സാറ് ഡൗട്ട് ചോദിക്കാൻ പറയുന്നില്ലെന്നല്ല, ഡൗട്ട്സ് ആർ ഓൾവേസ് വെൽക്കം ഇൻ ദ ക്ലാസ്. ഓക്കെ, നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം ആണെന്ന് പറഞ്ഞു അല്ലേ? ഈ എൻറ്റയർ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ സെൻട്രൽ ഇരിക്കുന്ന എൻറ്റിറ്റിയുടെ പേരാണ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റേറ്റിനെ പല രീതിയിൽ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? കേരളം ഒരു സ്റ്റേറ്റ് അല്ലേ? ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിന്റെ ഡയമെൻഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കേരളം, തമിഴ്നാട്, കർണാടക പറയുന്ന പോലെ സ്റ്റേറ്റ് അല്ല. ഓക്കെ, പിന്നെന്താണ്? ജോഗ്രഫിക്കലി നമ്മൾ കൺട്രി എന്നുള്ള വാക്ക് യൂസ് ചെയ്തില്ലേ? അവൻ വെറും ഒരു കൺട്രിയാണ്. കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോഗ്രഫിക്കലി യൂസ് ചെയ്യുന്ന ടെർമിനോളജി ഒരു രാജ്യത്തിനെ കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ? അതേ സെയിം ഡയമെൻഷനിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന വാക്കിന്റെ പേരാണ് എന്ത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 4 എലമെന്റുകൾ ചേരുമ്പോഴത്തേക്കാണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന്റെ ഫണ്ടമെന്റലി ബേസിക്കലി ഒരു സ്റ്റേറ്റിന് 4 എലമെന്റുകൾ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാ 4 എലമെന്റ് എന്നറിയാവോ? ഒരു സ്റ്റേറ്റിന് കൃത്യമായിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ബൗണ്ടറി, ആ ബൗണ്ടറിക്കുള്ളിലുള്ള റീജിയൻ, അതാണ് ടെറിട്ടറി എന്ന് പറയുന്നത് അല്ലെ? അതൊന്ന്. 2, ആ സ്റ്റേറ്റിന് ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, അതിനകത്ത് കുറച്ച് ജനങ്ങൾ താമസിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ആ ജനങ്ങളുടെ പുറത്ത് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും നിയമങ്ങൾ നടപ്പാക്കാനും അഡ്ജുഡിക്കേറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഗവൺമെന്റൽ മെക്കാനിസംസ് വേണം അല്ലെ? അപ്പം 3ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അപ്പം ടെറിട്ടറി, സ്റ്റേറ്റിന് ഏതൊക്കെ എലമെന്റ്? 1ാമത്തെ എലമെന്റ് ഏതാ? ടെറിട്ടറി. 2ാമത്തെ എലമെന്റ് ഏതാ? പോപ്പുലേഷൻ. 3ാമത്തെ എലമെന്റ് ഏതാ? ഗവൺമെന്റ്. ഇനി ഇതൊക്കെ അതിന്റെ പുറത്ത് എക്സേർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? പരമാധികാരം വേണം. അതിനാണ് സോവർണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 4 എലമെന്റുകൾ ചേരുമ്പോഴാണ് സ്റ്റേറ്റ് ഡിഫൈൻഡ് ആവുന്നത്. ഏതൊക്കെ 4 എലമെന്റ് നോക്കാം. 1 ടെറിട്ടറി, ഒരു ബൗണ്ടറി, അതിനുള്ളിലുള്ള റീജിയൻ, പിന്നെ അതിനുള്ളിലെ ജനങ്ങൾ. 2ാമത്തത് പോപ്പുലേഷൻ. 3 ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന ഗവൺമെന്റ്. 4 ഇവർക്കുള്ള കഴിവ് അല്ലെങ്കിൽ ഇവരുടെ പവർ, അതിനെയാണ് നമ്മൾ പരമാധികാരം, സോവർണിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സോവർണിറ്റി മനസ്സിലായോ എന്താന്ന്? ഇപ്പം നിങ്ങളുടെ പുറത്ത് കംപ്ലീറ്റ് കൺട്രോൾ എനിക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് സോവർണിറ്റി ഓവർ യു എന്ന് വേണേൽ പറയാം. നിങ്ങൾ അങ്ങോട്ടൊന്ന് ചിരിയണമെങ്കിലോ ഇങ്ങോട്ട് തിരിയണമെങ്കിലോ തുമ്മണമെങ്കിലോ ഒക്കെ ഞാൻ പറഞ്ഞാലേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഹാവിങ് കംപ്ലീറ്റ് സോവർണിറ്റി ഓവർ യു എന്ന് വേണേൽ പറയാം. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിനുള്ളിൽ അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാനും നിയമങ്ങൾ എഫക്റ്റീവ്ലി നടപ്പാക്കാനും സാധിക്കുകയും ഇന്റർനാഷണൽ എലമെന്റിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ രാജ്യം എന്തെന്ന് വിളിക്കാം? അത് സോവറിൻ ആണെന്ന് പറയാം, അതിന് പരമാധികാരം ഉണ്ടെന്ന് പറയാം. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇതിനാണ് നമ്മൾ സോവർണിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഈ 4 എലമെന്റ് ഉള്ളപ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ? എനി ഡൗട്ട്? എല്ലാവരും സെറ്റ് അല്ലേ? ശരി. അപ്പൊ നിങ്ങൾ വേറൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? നേഷൻ.
നേഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ നേഷൻ? ഓ, അപ്പൊ അതല്ലേ രാജ്യം. എന്താണ് നേഷൻ അപ്പം? ആസ് എ യൂണിറ്റ്. ഏതാണ്ട് അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. നേഷൻ എന്താണ് നേഷൻ? ഇപ്പം ഒരു ടെറിട്ടറി ഉണ്ട്, ടെറിട്ടറിക്കകത്ത് കുറെ പേരുണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട്, പരമാധികാരമുണ്ട്, അപ്പൊ സ്റ്റേറ്റ് ആയി. അത് നേഷൻ ആയിരിക്കുമോ? ഏ ആ ഒരു പാട്രിയോട്ടിസം. പാട്രിയോട്ടിസം എന്ന് വെച്ചാൽ നീ പറയുന്നത് രാജ്യത്തിനോടുള്ള സ്നേഹം അല്ലേ? ഓക്കെ. അതായത് നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിംഗ് ഓഫ് വൺനെസ് അമോങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ളതാ ശരിക്കും നേഷന്റെ ഒരു ഫണ്ടമെന്റൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ എലമെന്റും കൂടെ ഉണ്ട്. മനസ്സിലായോ? ഫീലിംഗ് ഓഫ് വൺനെസ്. ഇപ്പൊ ഞാന് ഈ പറഞ്ഞ ടെറിട്ടറിയിലുണ്ട്, എന്റെ പുറത്തൊരു ഗവൺമെന്റ് ഉണ്ട്, പക്ഷെ ഞാൻ ഇതിൽ പെട്ട ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ അപ്പൊ ഞാൻ നേഷൻ എന്നുള്ള ഡെഫിനിഷനിലേക്ക് അത് വരില്ല. അപ്പൊ നേഷൻ എന്ന് വെച്ചാൽ എന്താ? ഫീലിംഗ് ഓഫ് വൺനെസ് അമോങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ശരിക്കും യഥാർത്ഥത്തിൽ നേഷൻ എന്ന് പറയുന്നത്. അപ്പം ചില നേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ടെറിട്ടറി ഉണ്ടാവും, ഏഹ് അതിനകത്ത് പോപ്പുലേഷൻ ഉണ്ടാവും, ആ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫീലിംഗ് ഓഫ് വൺനെസ് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും, സോവറിറ്റി ഉണ്ടാവും. അപ്പൊ നേഷനും സ്റ്റേറ്റും ഒരുപോലെ ഉണ്ടെന്ന് വേണം പറയാം. ചിലത് എടുത്തു കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം അടിയാണ്. അപ്പൊ അവർക്കിടയിൽ എന്തുണ്ടാകത്തില്ല, ഒരു നേഷൻ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവണമെന്നില്ല. മൂന്നാമതൊരു സിനാരി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടെറിട്ടറിയും ബൗണ്ടറി ഒന്നും ഇല്ല, പക്ഷെ ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഓൾവേസ് ബിലീവ് ദാറ്റ് വി ആർ പാർട്ട് ഓഫ് വൺ സിംഗിൾ എൻറ്റിറ്റി. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഈ കുർദുകളുണ്ട്. കുർദ്സ് എന്ന് പറയുന്ന ഒരു അറബ് കമ്മ്യൂണിറ്റിയാണ് കുർദുകൾ. കുർദുകൾ എന്ന് പറയുന്നത് ഒറ്റ രാജ്യത്ത് കിടക്കുകയല്ല, വെസ്റ്റ് ഏഷ്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് കുർദുകൾ കിടപ്പുണ്ട്. പക്ഷെ കുർദുകൾ എല്ലാവരും ഞങ്ങൾ കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നേഷന്റെ പാർട്ടാന്ന് ബിലീവ് ചെയ്യുന്നവരാ. അങ്ങനെ ഒരു നേഷൻ ഇല്ല, പക്ഷെ ഞങ്ങൾ കുർദുകൾ കുർദിസ്ഥാൻ എന്ന് പറഞ്ഞ നേഷന്റെ പാർട്ടാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുർദിസ്ഥാന്റെ പാർട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാ. ഇപ്പൊ കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നേഷൻ ഉണ്ട്, കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. വ്യത്യാസം മനസ്സിലായോ? കുർദിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു സ്ഥലമൊന്നും കാണുന്നില്ല, ഒരു ബൗണ്ടറി ഇല്ല. പക്ഷെ കുറെ അധികം ആൾക്കാരുടെ മനസ്സിൽ ഞങ്ങളെല്ലാം കുർദിസ്ഥാന്റെ പാർട്ടാണെന്നുള്ളൊരു ഫീലിംഗ് ഓഫ് വൺനെസ് ഉണ്ട്. അപ്പൊ നേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സൈക്കോളജിക്കൽ ഡയമെൻഷൻ കൂടെ അവിടെ ഉണ്ട്. അപ്പൊ അത് ഞാൻ പാട്രിയോട്ടിസം എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞപ്പം പിന്നെ ഒരു യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് അടുക്കുക. അതായത് ആ ഒരു സൈക്കോളജിക്കൽ ഡയമെൻഷൻ, ഫീലിംഗ് ഓഫ് വൺനെസ് അമോങ് ഓൾ ദ പീപ്പിൾ. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യ ഒരു നേഷൻ ആണോ? ഇന്ത്യ ഒരു നേഷനാണ്. ഇന്ത്യ ഒരു നേഷൻ ആയത് എപ്പോഴാ? ഇത് കുറച്ചും കൂടെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? 1857 റിവോൾട്ടിന്റെ സമയത്താണ് ഇന്ത്യൻ നേഷൻ ആകുന്നതെന്ന് പറയുന്നവരുണ്ട്. അല്ല, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടാണ് ഇന്ത്യൻ നേഷൻ എന്ന് പറയുന്നവരുണ്ട്. ഇനി അതല്ല, കാലാതീത കാലം മുതൽ ഇന്ത്യൻ നേഷനാന്ന് പറയുന്നുണ്ട്, കൾച്ചർ നാഷണലിസത്തിന്റെ എലമെന്റ് വെച്ചിട്ട്. ഇങ്ങനെ പലരുണ്ട്. ഇപ്പൊ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഈ രാജ്യങ്ങളൊന്നും ഇല്ല. കുറെ പ്രിൻസിലി സ്റ്റേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം അടിയും ബഹളവും ഒക്കെ ആയിട്ടിരിക്കുന്ന കുറെ പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലേ? ഒന്ന് വിളിച്ചാൽ മറ്റൊന്ന് അപ്പുറത്തിരിക്കുന്നതിന് കുതികാല് വെട്ടാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഒരിക്കലും ഇന്ത്യ ഒരു നേഷനായിട്ട് ഐഡന്റിഫൈ ചെയ്തില്ല. ബ്രിട്ടൻ പറയുന്നത് റാദർ ദാൻ എ പൊളിറ്റിക്കൽ നേഷൻ, അല്ലെങ്കിൽ റാദർ ദാൻ ഐഡന്റിഫൈങ് നേഷൻ, ഇന്ത്യ ഇസ് എ ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയും. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മുതൽ ഈ ഏരിയ വരെ കടക്കുന്ന സ്ഥലം, അതിന് ഇന്ത്യ എന്ന് വിളിക്കാം. ബട്ട് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഞങ്ങൾ ഇന്ത്യയുടെ പാർട്ടാണെന്നുള്ള എന്തില്ല, ഒരു ഫീലിംഗ് ഓഫ് വൺനെസ് ഒന്നുമില്ല. ഇത് ആര് പറയുന്ന? ബ്രിട്ടൻ പറയുന്നത്. അപ്പൊ അന്ന് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന സുരേന്ദ്രനാഥ് ബാനർജി പോലുള്ളവർ പറഞ്ഞു, ഇന്ത്യ ഈസ് എ നേഷൻ ഇൻ മേക്കിംഗ്. ഇന്ത്യ ഒരു നേഷൻ ആവാനായിട്ടുള്ള എല്ലാ എലമെന്റുകളും ഉണ്ട്, ഒരു നേഷൻ ഇൻ മേക്കിംഗ് ആണെന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ ഓർബിന്ദോനെ പോലെയൊക്കെയുള്ള ചില തിങ്കേഴ്സ് പറഞ്ഞു, നേഷൻ ഇൻ മേക്കിംഗ് അല്ല, നമ്മൾ ഓൾറെഡി നേഷൻ, നമുക്ക് കൾച്ചറൽ, ഇന്ത്യക്ക് വേദങ്ങൾ ഇതിലെല്ലാം ഇന്ത്യ എന്ന് പറഞ്ഞ ഐഡിയ ഓൾറെഡി ഉണ്ട്, ഒരു കൾച്ചറൽ നാഷണലിസം എന്ന് പറഞ്ഞാൽ നേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളതാന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യക്ക് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഐഡിയ ഓഫ് ഇന്ത്യ ആവുന്നത് യഥാർത്ഥത്തിൽ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ പല പല അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രഗിളിൽ കൂടെ പോയി ഇൻഡിപെൻഡൻസ് നേടി പിന്നീടും പല പല സ്ട്രഗിളുകളൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഫീലിംഗ് ഓഫ് വൺനെസ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? ഈ ഫീലിംഗ് ഓഫ് വൺനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു എൻറ്റിറ്റി നമ്മളെല്ലാവരും. അപ്പം ഫോർ എക്സാമ്പിൾ, നീ ഒരു ബംഗാൾ, അതായത് എന്താ പേരെങ്ങനെ, അതിലിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു ബംഗാളിയെ കാണുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാശ്മീരിയെ കാണുന്നു, അതുകൂടെ കഴിഞ്ഞപ്പോൾ തമിഴിനെ കാണുന്നു,
അപ്പം അതുലിന്റെ മനസ്സിൽ ഒരു നല്ല ബംഗാളിയാണ്, കാശ്മീരിയാണ്, തമിഴനാണ്. എന്നിരുന്നാലും ഞങ്ങളൊക്കെ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് ഓഫ് വണ്ണസിനെയാണല്ലോ നേഷനിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഫീലിംഗ് ഓഫ് വണ്ണസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബേസിക് എൻറ്റിറ്റി ഉണ്ട്. അതെന്താണെന്നറിയോ? നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഫീലിംഗ് അല്ലേ? അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് എന്താ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട് അല്ലേ? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ബേസിക്കലി നമ്മൾ നേരത്തെ കണ്ട ബംഗാളിനെയും ആ തമിഴിനെയും കാശ്മീരിനെയും അല്ലെങ്കിൽ ആ കാശ്മീരിക്കാരനെയും ഒക്കെ ഒന്നാണെന്നുള്ളൊരു ഫീലിങ്സിലേക്ക് കൊണ്ടുവരുന്നത്, ഒന്നാന്നുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ, അവന്റെ ഉള്ളിലും. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ്, ഇന്ത്യ എന്ന് പറയുന്ന നേഷൻ ബിൽഡ് ചെയ്യുമ്പം നമ്മൾ ആദ്യമായിട്ട് വെക്കുന്ന കല്ല് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ വീട് വെക്കാൻ നേരത്ത് എന്ത് വെക്കും? തറക്കല്ലിടുക എന്നൊക്കെ പറയത്തില്ലേ? കോർണർ സ്റ്റോൺ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാനുലോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു അമേരിക്കൻ ഫിലോസഫറിന്റെ ആണ്. അത് 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ഗ്രാനുലോസ്റ്റിന്റെ പുസ്തകത്തിന്റെ പേര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ കോർണർ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന നേഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നതിന്റെ ഏറ്റവും പ്രൈമറി എലമെന്റ് എന്ന് പറയുന്നതിൽ ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ നാളെ ഇന്ത്യക്ക് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്ന നാനാ തരത്തിലുള്ള ഇന്ത്യക്കാര്, അവരൊക്കെ നിങ്ങളെപ്പോലെ ഒരാളാണ് എന്നുള്ള നിങ്ങൾക്കുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻറ്റ് പങ്കുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന റൈറ്റുകൾ എന്നെ പോലെ തന്നെ അവനും അവകാശപ്പെട്ടതാണെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. So that constitution is that entity that binds all of these people together and brings in that feeling of oneness among each and every one of you. Correct? Okay. Now let's talk about that constitution. Okay. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റിനെയും ഈ നേഷനെയും ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എലമെന്റിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യമല്ല, വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. ഓക്കെ, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് കുറെ പേര് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാൻ, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി നമ്മൾ കണ്ടിന്യൂസ്ലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ട്രഗിളിന്റെ പാർട്ടായിട്ട് ബ്രിട്ടീഷുകാർ ഫൈനലി അംഗീകരിച്ചിട്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൺസെപ്റ്റ് അതിന് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ നമ്മൾ പല കൺസെപ്റ്റ് എടുത്തു. പക്ഷെ ഏതോ ഒരു രാജ്യത്ത് ആദ്യമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, മാഗ്ന കാർട്ട അല്ലെ? എവിടെ അത്? എവിടുന്ന ശബ്ദം വന്നത്? മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിന്റെ ഒരു ഫണ്ടമെന്റൽ ലോ ആണ്. ഓക്കെ, ശരി. എന്താ മാഗ്ന കാർട്ട പറയുന്നത്? അറിയോ? ശരി, അപ്പൊ നമുക്ക് ആ സിനാരിയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് പണ്ടത്തേക്ക് പോവാം. ഒരു 1200s 1100s 1000siലേക്കൊക്കെ പോവാം. അത് അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്ത് പ്രധാനമായിട്ടും കുറെ പ്രിൻസ്ലി റൂളേഴ്സ് അല്ലെങ്കിൽ കുറെ റൂളേഴ്സ് ഉണ്ട് അല്ലെ? കുറെ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് എന്ന് പറയുന്നത്, രാജ്യം എന്ന് പറയുന്നത് ആ രാജാവിൻ്റെതാണ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് രാജാവാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിയമം എന്ന് പറയുന്നത് രാജാവ് എന്ത് പറയുന്നു അതാണ് നിയമം. രാജാവ് എന്താണോ ചെയ്യുന്നത് അതാണ് രാജകൽപ്പന, അതാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. രാജാവ് എന്താണോ അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്നത് അതാണ് ജുഡീഷ്യറി പറയുന്നത്. ഒരു ഗവൺമെന്റിന് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള 3 ജോലികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഏതൊക്കെയാ? നിയമം ഉണ്ടാക്കുക, ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, ആ നിയമങ്ങൾ അഡ്ജൂഡിക്കേറ്റ് ചെയ്യുക. ഇത് 3 ആരാ ചെയ്തുകൊണ്ടിരുന്നത്? രാജാവ് തന്നെ. ഓക്കെ, ഇത് 3 ചെയ്തുകൊണ്ടിരുന്ന രാജാവ് തന്നെ. നമുക്ക് രാജാവ് തന്നെ രാവിലെ എണ്ണിക്കുമ്പോൾ ഇടത്തേക്ക് എണ്ണിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ഇന്നെല്ലാവരും ഇങ്ങനെ വേണം മുണ്ടുടുക്കാന്ന് പറഞ്ഞു. പിറ്റേന്ന് വലത്തേക്ക് എണ്ണിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇന്ന് ആരും മുണ്ടുടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. രാജാവ് എന്ത് പറയുന്നു അത് നിയമമാകുന്ന ഒരു സംവിധാനം അല്ലെ? എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി രാജാവിന് സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. എന്തെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ അടുത്ത് വന്നിട്ടാണ് പരാതി പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾ ഡയറക്ടർ അടുത്ത് വന്നിട്ട് ക്ലാസ് വേണ്ടെന്ന് പറയാൻ പോവാ. ഇവിടുന്ന് എല്ലാവരും കൂടെ പറഞ്ഞു പൊളിറ്റിക്കൽ ക്ലാസ് മാറ്റണം, നമുക്ക് ഡയറക്ടറെ കാണാം. താഴേക്ക് വാ, ഡയറക്ടർ ഇരിപ്പുണ്ട്. താഴെ ചെന്നു ഡയറക്ടർ റൂം തുറന്നപ്പോൾ ഞാൻ എൻ്റെ അതിരിപ്പുണ്ട്.
എന്താ മക്കളെ കാര്യം? സാർ പൊളിറ്റി ഫാക്കൽറ്റിനെ മാറ്റണം. ഞാൻ പറഞ്ഞാൽ മാറ്റാം. എന്ത് പറ്റി? ഫാക്കൽറ്റി കൊല്ലൂല. ശരി, മാറ്റാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടു ടു ആ ടെക്സ്റ്റ് ഇപ്പൊ രാജാവ് ഒരു കുറ്റം ചെയ്ത്, രാജാവ് നോക്കുമ്പോൾ സുന്ദര ഒരു പെൺകുട്ടിയെ കണ്ട് മന്ത്രി വിളിച്ചു. അപ്പൊ നേരെ ഇതൊക്കെയാണല്ലോ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല. അപ്പൊ മന്ത്രി പോയത് ആ ആ കൊച്ചിനെ എടുത്തോണ്ട് വന്നു. പിറ്റേന്ന് ആ കൊച്ചിന്റെ വീട്ടുകാർ വന്ന് രാജാവിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. സാർ ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണ്? എന്റെ മോളെ ഒരുത്തൻ തട്ടിക്കൊണ്ട് ആര് ഒരു വൃത്തിയായിട്ട്. പക്ഷെ അപ്പൊ ടു ആ ടെക്സ്റ്റ് യു ക്യാൻ ഗോ ആൻഡ് കംപ്ലൈന്റ് ടു ദ കിങ്. ബട്ട് ദ കിങ് വാസ്, ഐ മീൻ വാട്ട് എവർ ദ കിങ് വാസ് ഡൂയിങ് വാസ് ലോ. ഞാനിത് എത്രത്തോളം എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ യു ഗോട്ട് ദ പോയിന്റ്, റൈറ്റ്? വാട്ട് ദ കിങ് വാസ് ഡൂയിങ് വാസ് ദ ലോ, വാട്ട് ദ കിങ് വാസ് ഇംപ്ലിമെന്റിംഗ് വാസ് ദ ലോ, ആൻഡ് വാട്ട് ദ കിങ് വാസ് അഡ്ജുഡിക്കേറ്റിംഗ് വാസ് ദ ലോ. ഇതായിരുന്നു സംവിധാനം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇതിലൊരു ഫസ്റ്റ് സംഭവം വരുന്നത്, പീപ്പിൾ സ്റ്റാർട്ടഡ് തിങ്കിങ്, വൈ ഷുഡ് ദ കിങ് ഹാവ് ഓൾ ദീസ് പവേഴ്സ്? കിങ് ഷുഡ് ഓൾസോ ബി ഫോളോയിങ് സം സെറ്റ് ഓഫ് ലോസ്. കിങ് ഈസ് ടെല്ലിങ്, കിങ് ഞങ്ങളുടെ പുറത്ത് കുറെ ലോ പറയുന്നുണ്ട്, കിങ്ങിന്റെ പുറത്ത് എന്തെങ്കിലും ലോ വേണ്ടേ? അങ്ങർക്ക് എന്തും തോന്നിയതുപോലെ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നും പതുക്കെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ പവറിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇപ്പൊ രാജാവ് തന്നെ ലോ കൊണ്ടുവരുന്നു, രാജാവ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അങ്ങനെ അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ജനങ്ങളുടെ ആ എന്താണ്, അപ്പം ഈ ആദ്യം ഉണ്ടായിരുന്ന ഈ ഒരു പോയിന്റില്ലേ, രാജാവ് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു, രാജാവ് തന്നെ, നമുക്ക് അതിന് വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ആസ് റെക്സ് ലെക്സ്. എന്താണ് റെക്സ് ലെക്സ്? റെക്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? റീഗൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടില്ലേ? അതിനൊക്കെ ലാറ്റിൻ ഒറിജിൻ ആയിട്ടാണ് റെക്സിനെ പറയുന്നത്. റീഗൽ രാജകീയമായിട്ടുള്ള റോയൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ റെക്സ് എന്ന് വെച്ചാൽ കിങ്, ലെക്സ് എന്ന് വെച്ചാൽ ലോ. ഇതിനർത്ഥം എന്താ? റെക്സ് ലെക്സ് എന്ന് വെച്ചാൽ എന്താ? കിങ് ഈസ് ലോ, രാജാവാണ് നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്നും അപ്പൊ ജനങ്ങൾ പതുക്കെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നു, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പം പറഞ്ഞു, അപ്പൊ ഒരു കാര്യം ചെയ്യും, ജനങ്ങളുടെ കുറച്ച് റെപ്രസെന്റേറ്റീവ് വരട്ടെ. അപ്പം പാർലമെന്റ് പോലൊരു സംവിധാനം വരിക. അപ്പം നിയമം പാർലമെന്റ് ഉണ്ടാക്കും, രാജാവ് അത് എക്സിക്യൂട്ട് ചെയ്യും, അഡ്ജുഡിക്കേഷൻസ്. അപ്പൊ പതുക്കെ പതുക്കെ ഈ മൂന്ന് പവേഴ്സും ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുകയാണ്. രാജാവ് അൾട്ടിമേറ്റ്ലി ആ പവറൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലേക്ക് വരിക. ഒരു സൈഡിൽ എന്തുണ്ട്? ജനങ്ങളുടെ റെപ്രസെന്റേഷൻ വരുന്ന പാർലമെന്റ് ഉണ്ട്. ആ പാർലമെന്റ് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉത്തരവാദിത്ത രാജാവിനുണ്ട്. ഇപ്പോഴത്തെ ഒരു ജുഡീഷ്യൽ സംവിധാനം പതുക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ജുഡീഷ്യൽ സംവിധാനം അനുസരിച്ചിട്ട് നിയമത്തിൽ ആരൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ അത് പണിഷ് ചെയ്യും, ഈവൻ ഇൻക്ലൂഡിങ് ദ കിങ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണെന്നും ആ നിയമങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനം വരിക. അപ്പൊ യഥാർത്ഥത്തില് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജാവിന്റെ പവേഴ്സ് ലിമിറ്റ് ചെയ്യാണ് നമ്മൾ പാർലമെന്റും ജുഡീഷ്യറിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി, അല്ലേ? രാജാവ് ഇതൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി എന്താ ശരിക്കും ചെയ്യുന്നതെന്ന് അറിയാം? വി ആർ ആക്ച്വലി ലിമിറ്റിംഗ് ദ പവർ ഓഫ് ദ ഗവൺമെന്റ്, ഓർ ലിമിറ്റിംഗ് ദ പവർ ഓഫ് ദ കിങ്. കിങ് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞോ, അല്ലെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞോ, ലിമിറ്റിംഗ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ്. പണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കിങ് ആയിരുന്നു. കിങ് എന്ത് തീരുമാനിക്കുന്നു അതൊക്കെ നിയമമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ പറഞ്ഞു, ആ കിങ്ങിന് ഇത്രയൊക്കെ പവേഴ്സ് ഉള്ളൂ, പിന്നെ ജനങ്ങൾക്ക് ഇന്ന റൈറ്റ്സ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാനുണ്ടല്ലോ പണ്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വിചാരം ഇതിൽ ഗവൺമെന്റിനുള്ള കുറെ പവേഴ്സും കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്, ഗവൺമെന്റ് അത് ചെയ്യാം, ഗവൺമെന്റ് ഇത് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല സിസ്റ്റം. സിസ്റ്റത്തിൽ ഇഫ് ദർ ഇസ് നോ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് ക്യാൻ ഡു എനിത്തിങ്, അല്ലേ? ഇഫ് ദർ ഇസ് നോ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒന്ന് ആലോചിച്ചൊക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അപ്പൊ സ്റ്റേറ്റ് ക്യാൻ ഡു എനിത്തിങ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സോ ദാറ്റ് ദർ ഇസ് ലിമിറ്റേഷൻ ടു ദ പവർ ഓഫ് ദ സ്റ്റേറ്റ്. ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ലിമിറ്റിംഗ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ? ജനങ്ങളുടെ റൈറ്റുകൾ എവിടെ ഐഡന്റിഫൈ ചെയ്യുന്ന? കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഗവൺമെന്റ് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഇൻഫാക്ട് ലിമിറ്റിംഗ് ദ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, കിങ് ഈസ് ലോ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നിന്നും നമ്മൾ എങ്ങോട്ടെത്തി? ലോ ഈസ് ദ കിങ് എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് എത്തി, അല്ലേ? അപ്പം ഈ റെക്സ് ലെക്സിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് എവിടെ എത്തി? ലെക്സ് റെക്സിലേക്ക് എത്തി. ലെക്സ് റെക്സ് വെച്ചാൽ എന്താ? ലോ ഇസ് ദ കിങ്, ദ കിങ് ഈസ് ദ ലോ ആയിരുന്നെങ്കിൽ. കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഓൾ പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്, ഇൻഡിവിജ്വൽസിന് ഒന്നും റൈറ്റ്സും കാര്യങ്ങളൊന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അവിടെ നിന്നും ബേസിക്കലി ഇൻഡിവിജ്വൽസിന് റൈറ്റ്സ് വരുന്നു, ഗവൺമെന്റ് ലിമിറ്റേഷൻസ് വരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു, റൂൾ ഓഫ് ദ ലോ വരുന്നു. എന്ന് വെച്ചാൽ ലോ ഫണ്ടമെന്റലി എല്ലാവരും ഫോളോ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് വരുന്നു.
അതാണ് ലോ ഇസ് ദ കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആക്കുന്ന യഥാർത്ഥത്തിൽ എന്താ? യഥാർത്ഥത്തിൽ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ശരിയല്ലേ? അപ്പം മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. അതുവഴി രാജാവിന്റെ പവറിനെ ലിമിറ്റ് ചെയ്യുക. രാജാവിന് എക്സിക്യൂട്ട് ഒക്കെ ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്, പക്ഷെ പുതിയ ടാക്സ് കൊണ്ടുവരണേ, പുതിയ ലോ കൊണ്ടുവരണൊക്കെ ഒക്കെ പാർലമെന്റിനാണ് പവർ. പാർലമെന്റ് പറയാതെ യാതൊരു രീതിയിലുള്ള ടാക്സും പ്രൊവിഷനും കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെയുള്ള പ്രൊവിഷൻസ് വഴിയാണ്, ഈ മാഗ്ന കാർട്ട വഴിയാണ് നമ്മൾ രാജാവിന്റെ പവറിന് എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? യു ഗോട്ട് ദ കൺസെപ്റ്റ്. യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയ എൻറ്റിറ്റി ആണ്. ആ സ്റ്റേറ്റിന്റെ പവേഴ്സിനെ ശരിക്കും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും ജനങ്ങളുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുകയും അതുവഴി ജനങ്ങളുടെ ബേസിക് ഫ്രീഡംസ് പ്രൊട്ടക്ട് ചെയ്യുകയും സ്റ്റേറ്റിനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവരും? വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായോ? ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. എന്താ അത് ചെയ്യുന്നത്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കാം. ഒരു ഗവൺമെന്റ് ഉണ്ട്, ആ ഗവൺമെന്റിന് നമ്മുടെ പുറത്ത് എന്തും ചെയ്യാം. ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം, ജയിലിൽ പിടിച്ചിടാം, നമ്മളെ എന്ത് വേണം ചെല്ലാം, തൂക്കിക്കൊല്ലാം, വെടിവെച്ച് കൊല്ലാം. അപ്പൊ സാറ് പറഞ്ഞ റൈറ്റ് ലൈഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചുകൊണ്ടാണല്ലോ അങ്ങനെ സാധനം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെ? ഈ ഫ്രീഡവും കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇൻഡിവിജ്വലിന് അതുള്ളത്. സോ വാട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് ഈസ് ദാറ്റ് ഇറ്റ് ഐഡന്റിഫൈസ് ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് ഓഫ് ദ people, individual. It limits the powers of the government. It identifies the relationship between the different organs of the government. ഇതെല്ലാം ചെയ്യുന്ന ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവരും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിന്റെ പവർ ഇൻക്രീസ് ചെയ്യോ ലിമിറ്റ് ചെയ്യോ? കോൺസ്റ്റിറ്റ്യൂഷൻസ് ലിമിറ്റ്സ് ദ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ? ശരി. ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ചില കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ വിളിക്കുന്നത്, അല്ല ഇപ്പം ചില രാജ്യങ്ങൾക്ക് വി സേ ദാറ്റ് ദേ ഹാവ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർ സം അതേഴ്സ് വി സേ ദാറ്റ് ദേ ഹാവ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്താ ഈ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ? റിട്ടൺ ആണോ അൺറിട്ടൺ ആണോ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാ. വൈ? നമുക്കൊരു ബുക്കുണ്ട്, ബ്രിട്ടനിൽ ബുക്കില്ല. ബ്രിട്ടൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാ. അപ്പൊ ബുക്കാണല്ലോ പ്രശ്നം, ബുക്കല്ലല്ലോ പ്രശ്നം. ബ്രിട്ടനിൽ അവർ ലോ ആക്കി കൂടി ഒരു ബുക്ക് എടുത്ത് പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആവുമോ? ബേസിക്കലി ഉണ്ടല്ലോ, നമ്മളൊരു എലക്റ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് വഴി ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരൊരു പ്രൊലോങ്ഡ് പീരീഡ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ കിട്ടുന്ന ഔട്ട്കമ്മിനെ നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കും. പാർലമെന്റ് ഓവർ എ പീരീഡ് പല ലോസ് പാസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിനെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കും. രണ്ടിലും കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഒന്നില് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ഉദ്ദേശത്തോടു കൂടി മാത്രം ഇരുന്ന് കുറെ നാൾ ഡിബേറ്റ് ചെയ്ത്, ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ 1946 മുതൽ 1949 വരെയുള്ള പീരീഡ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്തിട്ടാണ് ഫൈനലി എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ റിട്ടൺ ഡോക്യുമെന്റ്. അതേസമയത്ത് പല സമയത്തായിട്ട് പല നിയമങ്ങൾ പാസ് ചെയ്തിട്ടാണ്, ഇപ്പം ഇസ്രായേൽ എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബ്രിട്ടൻ എടുത്തു കഴിഞ്ഞാൽ, ഇവർക്കൊന്നും ഒരു സിംഗിൾ ഡോക്യുമെന്റ്, ഒരു സിംഗിൾ പ്രോസസ് ഒരു കൂട്ടം ആൾക്കാരിരുന്ന് ഒരു ബുക്കായിട്ട് ഇറക്കിയിട്ടില്ല. പിന്നെയോ പാർലമെന്റ് പലപ്പോഴായിട്ട് പല ലോസ് പാസ് ചെയ്തിട്ടുണ്ട്, ചില ജുഡീഷ്യൽ പ്രൊണൗൺസ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് ഉള്ളത്. മനസ്സിലായ വ്യത്യാസം? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. റിട്ടൺ അൺറിട്ടൺ എന്നുള്ള ക്ലാസിഫിക്കേഷന് നമ്മുടെ ഡൗട്ട് എന്താ? നമ്മൾ വിചാരിക്കും പേര് വെച്ചിട്ടാണ്, അല്ലേ? എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത്. ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു, ഇന്ത്യക്ക് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കും. ഞാൻ നമുക്ക് ഈ ക്ലാസ്സിൽ എക്സാമ്പിൾ നോക്കാം. ക്ലാസ്സിൽ ഒരു സെറ്റ് ഓഫ് ബൈലോസ് വേണമെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുത്തം പറഞ്ഞു, സാർ ക്ലാസ് എടുക്കുമ്പോൾ സാർ അങ്ങനെ ചെയ്യരുത്. ശരി, ആയിക്കോട്ടെ, നമുക്കത് ബൈലോസിൽ കയറ്റാം. കുറച്ച് കഴിഞ്ഞപ്പോൾ വേർത്തം പറഞ്ഞു ഇങ്ങനെ ചെയ്യണം സാർ. പിന്നെ വേറൊരു മീറ്റിംഗിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു നിവേദനം തന്നെ പറഞ്ഞാൽ ശരി, ബൈലോക്കിലേക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ ഒരു സെറ്റ് ഓഫ് ബൈലോസ് ഉണ്ട്. പല സമയത്തായിട്ട് ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരു ബൈലോസ്. ഇനി അതേ സമയത്ത് വേറൊരു ക്ലാസ്, സാറേ നമുക്കൊരു ബൈലോസ് വേണം, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ
ഓരോ ബാച്ചിൽ നിന്ന് ഇത്ര ഇത്ര പേരെ ആയിട്ട് ഐഡന്റിഫൈ, അവർ വരട്ടെ, അവരിരുന്നിട്ട് ബൈലോസ് എന്താന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യാം. അവരെല്ലാവരും കൂടി ഇരുന്ന് കുറേ ദിവസം ഇരുന്ന് കുറേ ബൈലോസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ബൈലോസ് പബ്ലിഷ് ചെയ്തു. എല്ലാവരും അംഗീകരിച്ചു. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? രണ്ടിലും ബൈലോസ് ഉണ്ട്. ഒരിടത്ത് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഒരു സെറ്റ് ഓഫ് ലോസ് ഐഡന്റിഫൈ ചെയ്ത് ബൈലോസ് ആയിട്ട് കൊണ്ടുവന്നു. മറ്റേടത്ത് ഓവർ എ പീരീഡ് ക്ലാസ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഡിസ്കഷനിൽ വന്ന പല കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഉണ്ട്. അപ്പൊ അത് അൺറിട്ടൺ ആണ്. അതിനു വേണ്ടിയിട്ട് ഇരുന്നിട്ട് എഴുതിയില്ല, പക്ഷെ പലപ്പോഴായിട്ട് പാസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ ബ്രിട്ടൻ, ഇസ്രയേൽ എക്സെട്ര. ഇപ്പൊ ഇന്ത്യ, നേപ്പാൾ, US ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് കൂട്ടർ ഒരുമിച്ചിരുന്നിട്ട് ഇതിനു വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കി. അപ്പം അത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. മനസ്സിലായോ? റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടൻ ഫൈനലി സമ്മതിച്ചു. അന്ന് ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ അന്നത്തെ ഇന്ത്യയുടെ അടിയിലുള്ള പല ഫെഡറൽ എൻറ്റിറ്റീസിനെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എല്ലാവരും കൂടെ വിളിച്ചു ചേർത്തിട്ട് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി. അപ്പൊ അന്ന് പാകിസ്ഥാനിലെ മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ, കാരണം അന്ന് അൺഡിവൈഡഡ് ഇന്ത്യ. പിന്നീട് അവർ സ്വന്തമായിട്ടുള്ള ഒരെണ്ണം ഉണ്ടാക്കാൻ പോയി. അങ്ങനെ നമ്മുടെ കോൺഗ്രസ് അസംബ്ലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് 46 മുതൽ 49 വരെ ഓരോ പ്രൊവിഷനും ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് ഫൈനലി കൺസെൻസസിൽ കൂടി ഒരു തീരുമാനം എടുത്തു. അങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. So constitution is the outcome of a group of people or a constitutional assembly sitting together, deliberating on the provisions of the constitution and finally finalizing it. An unwritten constitution is a set of laws or judicial verdict or conventions that has been brought into practice over a period by the parliament or by the lawmaking entity of that country itself. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് പലപ്പോഴായിട്ട് പാസ് ചെയ്ത നിയമങ്ങളാണ്. അതിൽ ആദ്യത്തെ ഒന്നാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അതുപോലെ പിന്നെയും പലതുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് തന്നെ എത്തുന്നത്. മനസ്സിലായോ? റിട്ടൺ ആൻഡ് അൺറിട്ടൺ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നെങ്കിൽ റിട്ടൺ ആവാം, അൺറിട്ടൺ ആവാം. ഓക്കെ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടേത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അമേരിക്കയുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, പക്ഷെ ബ്രിട്ടൻ്റെത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. ഓക്കെ. ഇനി അടുത്തൊരു കൺസെപ്റ്റ് പറയുന്നത് ഇന്ത്യ ഇനി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാം. ഇതിനകത്ത് ഒരു എലമെന്റ് ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ബുള്ളറ്റ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊളിറ്റി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 1857 ഗവൺമെന്റിന്റെ ആക്ടുകൾ പലതും വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വന്നത്? 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ശരിക്കും അത്ര നാളും കമ്പനിയുടെ അടിയിലായിരുന്നു റൂള്, അല്ലേ? അതിനുശേഷം ഡയറക്റ്റ് ക്രൗണ്ട് അടിയിലേക്ക് റൂള് പോകുന്നത് 1857 റിവോൾട്ടിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹിസ്റ്ററിയിൽ പലപ്പോഴായിട്ട് ചേഞ്ച് വരുന്നത് ആ സമയത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ എലമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പം അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്തും കൂടെ പഠിക്കണം? ഹിസ്റ്ററിയും കൂടെ പഠിക്കണം. അപ്പം ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ കറസ്പോണ്ടിംഗ്ലി എന്തെടുക്കും? ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു പോകുന്നുണ്ടാവും. അപ്പം ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് വിൽ ബി ടേക്കൺ അലോങ് വിത്ത് ദ പാർട്ട് ഓഫ് ഹിസ്റ്ററി. അതർ ദാൻ ദാറ്റ് ബാക്കിയുള്ള എല്ലാ പ്രൊവിഷൻസും നമ്മൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, നേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, 1 minute. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പല ക്ലാസ്സുകളിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തും പഠിക്കുന്നത്. ഇപ്പം അത് എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇങ്ങനൊരു ഫീച്ചർ ഉണ്ട്, ബേസിക്കലി അതെന്താ മീൻ ചെയ്യുന്നത്,
അപ്പൊ ബേസിക്കലി ഇതൊരു ട്രെയിലർ പോലെയാണ്. അതായത് ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ശരിക്കും ഈ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതകൾ എന്ന് വേണം നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലായി, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലായി അല്ലെ, ഇന്ത്യയുടെ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി, സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായി, നേഷൻ എന്താണെന്ന് മനസ്സിലായി. എന്നാൽ ശരി, നമുക്ക് സിഗ്നിഫിക്കൻസുകൾ നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത ഒന്ന് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. വെറും റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ചില ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. ശരിയല്ല. അതായത് അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇതിനെക്കാട്ടിയും വലുതില്ല എന്നാണ് അർത്ഥത്തിൽ അല്ലേ. But there are certain constitutions which are bigger than Indian constitution. Indian constitution കാട്ടിയും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ബട്ട് ദോസ് ആർ നോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ കൺട്രി. ഇപ്പൊ യു എസിൽ പല സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. യു എസിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാം? യു എസിൽ 50 സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ ചില എല്ലാ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ. നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? തമിഴ്നാട് ഇല്ല. നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഓർമ്മയേ ഉള്ളൂ. ബ്രിട്ടനിൽ അങ്ങനെ അല്ല, യു എസിൽ അങ്ങനെയല്ല. യു എസിൽ ഓരോ സ്റ്റേറ്റിനും പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൽ ചില കോൺസ്റ്റിറ്റ്യൂഷൻ ഈവൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെക്കാട്ടിയും വലുതാ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞാൽ കറക്റ്റാ. ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് കറക്റ്റ്. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞ പോയിന്റ്? ഓക്കെ ഫൈൻ. ഇറ്റ്സ് ഓക്കെ. എന്തുകൊണ്ടാണ് ഇത്രയും വലുത്? വൈ ഇറ്റ് ഈസ് സോ ബിഗ്? ആർ വി ഇന്നെ ഫൈറ്റ് ടു ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പിന്നെ വാട്ട് ദ റീസൺ ഫോർ ഇറ്റ്? നമുക്കൊരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് കൺട്രിയാണ് നമ്മുടെ അല്ലേ. അപ്പൊ ബേസിക് ആയിട്ട് ജനങ്ങൾക്കുള്ള റൈറ്റ്സുകളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് റൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ റൈറ്റ്സ് ഒന്നും അബ്സല്യൂട്ട് അല്ല. അപ്പൊ അതിന് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടേത്. സെൻട്രലും സ്റ്റേറ്റിനും കൂടെ ആയിട്ടാകെ നമുക്ക് ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഓരോരോ സ്റ്റേറ്റിന് വേറെ, ഓരോരോ സെന്ററിന് വേറെ എന്ന് പറഞ്ഞ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സെൻട്രൽ സ്റ്റേറ്റ് തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ, അത് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ റിസോൾവ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രിയാണ് നമ്മുടെ അല്ലേ. നമുക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഇത്ര അധികം ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ ഫ്രാൻസ് ഈസ് ഫ്രഞ്ച്. കഴിഞ്ഞ് നമുക്ക് അങ്ങനെ പറഞ്ഞ് നിർത്താൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ലാംഗ്വേജ് പോളിസി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ അത്രയും പറയണം. സി ഇറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡൈവേഴ്സിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻ അവർ സിസ്റ്റം. മനസ്സിലായോ? ഓക്കെ. പിന്നെ അപ്പം സൈസും ഡൈവേഴ്സിറ്റിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുമല്ല, നമുക്ക് സ്റ്റേറ്റ്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. എല്ലാ സ്റ്റേറ്റ്സിന്റെയും കൂടെ പ്രൊവിഷൻസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ്. ഓക്കെ. പിന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിലെ എക്സ്പ്ലനേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റീസൺസ് ഒക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ലെങ്തി ആയി പോയത്. ഓക്കെ. അപ്പൊ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, സമ്മതിച്ചു. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? പിന്നെന്താ പ്രത്യേകത? സെക്കൻഡ്, ഇറ്റ് ഈസ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഓക്കെ, എന്നാൽ ഞാൻ അത് പറയാം അടുത്ത. ഇത് പറയുന്ന ഒരു കുഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം. അത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാവേ. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ അല്ല, പിന്നെ അപ്പുറത്തും എടുത്തോണ്ട് നമ്മുടെ മറ്റു രാജ്യങ്ങള്. അതിപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ആണോ ചെയ്യുന്നത്? ഗോപീസ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പാട്ട് എടുത്ത് കേട്ടു നോക്ക്. കഴിഞ്ഞ ദിവസം കേട്ട അറബി പാട്ടിന്റെ സെയിം ട്യൂൺ തന്നെ ആയിരിക്കും. അപ്പൊ ഗോപീസ് എന്നിട്ട് പറയോ ദിസ് ഈസ് എ ബോറോഡ് സോങ് ഫ്രം ദർ? ഐ ആം ഇൻസ്പയർഡ് ഫ്രം ദാറ്റ് അറബിക് സോങ് എന്ന് പറയും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എൻ ഇൻസ്പയർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന് വരെ നമുക്ക് എന്ത് പറയാം? കുറച്ചും കൂടെ നല്ല രീതിയിൽ വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ആസ് ആൻ ഇൻസ്പയർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നുവെച്ചാൽ വി ടുക്ക് ഇൻസ്പിറേഷൻസ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ വേൾഡ്. ഓക്കെ. അപ്പൊ ബേസിക്കലി നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ലോകത്തുള്ള ഇപ്പം നമ്മൾ ചില സിനിമയൊക്കെ എഴുതി ഉണ്ടാക്കാൻ നേരത്തെ
ഒരു 3-4 കൊറിയൻ സിനിമയും 2 ജാപ്പനീസ് സിനിമ കൂടെ എടുത്തിട്ട് അതിൽ നിന്നൊരു സീൻ ഇതിൽ നിന്നൊരു സീൻ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പുതിയ സാധനം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചാൾക്കും മലയാളത്തില് പ്രിയദർശന്റെ ഒരു സിനിമയുണ്ട്, അറബിയും ഒട്ടകവും പിന്നെ ഞാനും എന്ന് പറഞ്ഞിട്ട്. കണ്ടുണ്ടോ? കണ്ടുണ്ട്. ഡാർക്ക്. ഇത്ര ഒരു വൃത്തിയുള്ള സിനിമ. ഓക്കെ, അല്ല, ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? 3 ഇംഗ്ലീഷ് സിനിമ, 2 എനിക്ക് ഓർമ്മ, മൂന്നാമത്തെ ഞാൻ പറഞ്ഞത്. 3 ഇംഗ്ലീഷ് സിനിമ എടുക്കുന്നതാണ് ശരിക്കും അറബി ഒട്ടവും പിന്നെ ഞാനും എന്ന് പറയുന്നത്. 3 ഡിഫറെന്റ് ഇംഗ്ലീഷ് സിനിമാസ് പല സ്ഥലത്തു നിന്ന് കോപ്പി അടിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെറിൻഡിപ്പിറ്റി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവി ഉണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സെറിൻഡിപ്പിറ്റിയിൽ ഇങ്ങനെ അവിചാരിതമായിട്ട് 2 പേര്, അതിനാണ് സെറിൻഡിപ്പിറ്റി എന്ന് പറയുന്നത്. അവിചാരിതമായിട്ട് 2 പേര് കണ്ടുമുട്ടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കഥയൊക്കെയാണ് സെറിൻഡിപ്പിറ്റിയിൽ പറയുന്നത്. അവർ എൻ്റെയർ മൂവി ഈ ഒരു അവിചാരിതമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നെ പ്രിയദർശൻ അത്ര സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ലക്ഷ്മി റായിനെ മോഹൻലാൽ കാണുന്ന ആ ഒരു പാർട്ട് മുഴുവൻ ആ സിനിമയിൽ നിന്ന് ചുരുണ്ടി. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, അതിൻ്റെ അകത്തൊരു സീനുണ്ട്. അതിൻ്റെ അകത്ത് ലക്ഷ്മി റായ് വന്നിട്ട് പറയും, ഒരു ബിൽഡിങ്ങിൽ 2 ലിഫ്റ്റിൽ കയറിയിട്ട് വരും. എന്താണ്, നമ്മൾ ലിഫ്റ്റ് കയറി സെയിം ഫ്ലോറിൽ വന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ, ഇതാ സിനിമയിലുണ്ട്. കോപ്പി അടിച്ച് നെക്സ്റ്റ് എന്താണെന്നറിയാമോ? അതിനകത്ത് നായകൻ നിൽക്കുന്ന അതേ ബട്ടൺ തന്നെയാണ് ഇതിൽ മോഹൻലാൽ നിൽക്കുന്നത്. ആ ലിഫ്റ്റിന്റെ നമ്പർ പോലും മാറ്റി പിടിച്ചില്ല പ്രിയദർശൻ. ഇനി അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് സ്റ്റേജിന്റെ അകത്ത് ബോസിന്റെ എന്താണ് ഓഫീസിന്റെ അകത്ത് വാൻഡലിസം നടത്തിയിട്ട് ക്യാമറ മാറ്റുന്നത്, ഇതും വേറൊരു സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചതാ. അങ്ങനെ 3 സിനിമ ഒരേ സമയത്ത് പുള്ളിക്കാരൻ കണ്ടാ. ഇത് 3 കൂടെ ചേർത്തിട്ട് എടുത്ത സിനിമയാണ് അറബി ഒട്ടകം പിന്നെ ഞാനും എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ നേരത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി മെമ്പേഴ്സിന്റെ അടുത്ത് അന്നത്തെ പ്രധാന ലീഡേഴ്സ് പറഞ്ഞു, അതെ, നമ്മുടെ ഒരു സൂപ്പർ സാധനം ഇരിപ്പുണ്ട്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സാധനം സൂപ്പറാണ്. കാരണം എന്താ? ആമാർ ഇതിനകത്ത് ഇതുവരെ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. 1700s ഉണ്ടാക്കിയ സാധനമാണ്, ഇതുവരെ ഒരു മാറ്റം വരുത്താതിരിപ്പുണ്ട്. ഇത് എന്നാ പിടിച്ചോ. ഇനി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന് ബുക്ക് ആക്കിയില്ലല്ലോ, അല്ലെ, കുറെ ലോസ് ആണല്ലോ. ഇനി അത് പിടിച്ചോ. പിന്നെന്തുണ്ട്? ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ നിരത്തി കൊടുത്തിരിക്കുക. അത് അംബേദ്കറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ മെയ്ഡ് ബൈ റാൻസാക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ വേൾഡ് എന്നാ പറഞ്ഞത്. ലോകത്തുള്ള പല കോൺസ്റ്റിറ്റ്യൂഷൻ റാൻസാക്ക് എന്ന് വെച്ചാൽ എന്താ? കൈയിട്ട് വാരി അരിച്ചു വാരിട്ട്, അതായത് ഈ തപ്പി, അതായത് ഇങ്ങനെ അലിച്ചു വാരി തപ്പി എടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടുന്ന? ബ്രിട്ടന്റെ US ബിൽ ഓഫ് റൈറ്റ്സാ. പാർലമെന്ററി സിസ്റ്റം നമ്മളത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമ്മുടെ സിസ്റ്റത്തിൽ പറയുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ, അത് നമ്മൾ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, പിന്നെ ഫെഡറൽ സ്ട്രക്ചർ, അത് US, കാനഡ, അവിടെ നിങ്ങൾ പലയിടത്തും കോപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടയിൽ DPSP എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഉണ്ട്, അത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന. അവന്മാരത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് ചെയ്താ, അത് വേറെ കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗ് നടത്താനുള്ള പ്രൊവിഷൻ, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ സോവിയറ്റ് യൂണിയന്റെ അകത്തുനിന്ന് നമ്മൾ ഫണ്ടമെന്റൽ എലമെന്റ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എമർജൻസിയുടെ പ്രൊവിഷൻ ശരിക്കും ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. അപ്പം ലോകത്തുള്ള പല കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുനിന്ന് പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ചോദ്യമുണ്ട്, അതെന്താ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നോ? അതിനുള്ള കഴിവ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇല്ലായിരുന്നോ? ഇതുവരെ ആരും കാണാത്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ ഒബ്ജക്റ്റീവ് വാസ് നെവർ ടു മേക്ക് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് വെരി ഒറിജിനൽ. അവർ ഒബ്ജക്റ്റീവ് വാസ് ടു മേക്ക് എ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വിൽ വർക്ക്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് ഈച്ചക്കോപ്പിയുടെ അല്ല നമ്മൾ നടത്തിയത്. ഇപ്പൊ നിങ്ങൾ പണ്ട് ലാബ് എഴുതിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കും. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ലാബ് ചെയ്തവന്മാരുടെ റെക്കോർഡ് മേടിച്ചിട്ടാണല്ലോ നമ്മൾ ലാബ് എഴുതുന്നത്. അപ്പൊ വാക്കൊന്നും ചോദിക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ അവൻ 3 വരെ ഇങ്ങനെ ഇട്ട് 2 വള്ളി താഴേക്ക് കുത്തിട്ട് വാക്ക് വായിക്കാൻ പറ്റില്ല, നീ എഴുതിക്കോ, കുത്ത്. ഇതുപോലെ ഈച്ചക്കോപ്പി അടിച്ചല്ല ചെയ്തത്. ഓക്കെ, അവിടെ ബിൽ ഓഫ് റൈറ്റ്സ് ഉണ്ട്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണം. പക്ഷെ ഇന്ത്യയിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിഫറെന്റാ. US ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന എക്സാക്ട്ലി കൊണ്ടുവന്നില്ല. അപ്പൊ ഇന്ത്യൻ സിനാരിയോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ബോറോ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? പ്രൊവിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സിനാരിയോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻസ്പയർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഹാവ് ടേക്ക് ബോറോയിങ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ വേൾഡ്. ഓക്കെ, ശരി. പിന്നെ 3
നീ പറഞ്ഞു റിജിഡും ഫ്ലെക്സിബിളും ആന്ന് പറഞ്ഞു അല്ലേ? റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. എന്താ ബേസിക്കലി റിജിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഐഫോൺ ഉണ്ടോ? ഇല്ല. അന്ന് റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഈ ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഫോൺ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പൈസ ഉള്ളമാർ യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് ബ്രേക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ. ഇപ്പം ഐഫോൺ ഏറ്റവും അടുത്ത് ആ ഒരു ബ്രേക്ക് ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്കും തപ്പേന്ന് പറഞ്ഞാൽ കുടിഞ്ഞു പോയി. ഓക്കെ. അപ്പം ഇല്ല, ഞാൻ ഓടിക്കാണ് നോക്കുന്നൊന്നുമില്ല, കിഡ്നി പറഞ്ഞേ ഉള്ളൂ എനിക്ക്. ഓക്കെ. അപ്പം ബേസിക്കലി ഇതെന്റെ ഫോണ് അല്ലെങ്കിൽ ഈ സാധനം ഞാൻ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നു. ഞാൻ പ്രഷർ കൊടുക്കുന്ന അനുസരിച്ച് ഇതിന്റെ ഷേപ്പ് മാറുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതേ ഞാൻ പ്രഷർ കൊടുക്കുന്ന അനുസരിച്ച് ഇതിന്റെ ഷേപ്പ് മാറുന്നുണ്ടല്ലോ അല്ലേ? അപ്പം പ്രഷർ കൊടുക്കുന്ന അനുസരിച്ച് ഷേപ്പ് മാറുവാണെങ്കിൽ അതെന്താ? ഫ്ലെക്സിബിൾ ആണ്. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് മാറത്തില്ലെങ്കിൽ എന്താ? റിജിഡ് ആണ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ ഫ്ലെക്സിബിൾ റിജിഡ് എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അത് ചേഞ്ച് ആവാതെ അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതെന്താ? റിജിഡ് ആണ്. നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും മാറുവാണെങ്കിൽ അതെന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ലോകത്തുള്ള പല കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ അത് റിജിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കംപ്ലീറ്റ്ലി റിജിഡ് ആയാലും കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ ആയാലും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില പ്രൊവിഷൻസ് റിജിഡും ആയിട്ട് വെച്ചു, ചിലത് ഫ്ലെക്സിബിളും ആക്കി വെച്ചു. ഓക്കെ. അപ്പൊ ചില പ്രൊവിഷൻസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടാവും. സ്റ്റേറ്റിന്റെ പേര് മാറ്റുമ്പോഴത്തേക്കും കറസ്പോണ്ടിംഗ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അത് പല മാറ്റം വരുത്തണം. കേരളത്തിന്റെ പേര് മാറ്റിയത് ഷിനാസ് ലാൻഡ് എന്നാക്കാന്ന് വിചാരിക്കുക. ഇത് ഇഷ്ടപ്പെടില്ല. ഷിനാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവിടെ അല്ല, ഒമാനിലാണെന്നേ ഉള്ളൂ. സത്യം, ഒമാനിൽ ഒരു പോർട്ട് സിറ്റിയുടെ പേരാ ഷിനാസ് എന്നുള്ളത്. തരിശു ഭൂമിയാന്നാണ് കേട്ടത്. ലെറ്റ്സ് സീ. അപ്പം ഷിനാസ് ലാൻഡ് എന്ന് പേര് മാറ്റുമ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എവിടൊക്കെ കേരളം നമ്മൾ കൊടുത്തിട്ടുണ്ടോ അവിടൊക്കെ കറസ്പോണ്ടിങ്ങിൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. ഇനി പോട്ടെ, തമിഴ്നാടിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം രാജ്യസഭാ സീറ്റ്സ് പറഞ്ഞിരിക്കുന്നിടത്ത് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കണ്ടേ? അപ്പോൾ ഒരു പേര് മാറ്റുമ്പോഴോ ഇത്തരം ഡിവിഷൻസ് കൊണ്ടുവരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ടോ? അത്തരം ചേഞ്ചസിനെ നമ്മൾ വിളിക്കുന്നത് ട്രാൻസിറ്ററി ചേഞ്ചസ് എന്നാണ്. അത് ഭയങ്കര സിമ്പിൾ മജോറിറ്റിയിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പാർലമെന്റിൽ ഒരു സാധാരണ ലോ പാസ്സാക്കിയാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ പറ്റും. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ചില പ്രൊവിഷൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സ്പെഷ്യൽ മജോറിറ്റി വേണം, സിമ്പിൾ പറ്റത്തില്ല. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിലധികം ആൾക്കാർ സമ്മതിക്കണം. ഇത് നമ്മൾ 2/3 വേണമെന്ന് പറയും. അതാണ് സ്പെഷ്യൽ മജോറിറ്റി. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില പ്രൊവിഷൻസ് മാറ്റണമെങ്കിൽ നമ്മൾ പറയും സ്പെഷ്യൽ മജോറിറ്റി മാത്രം പോരാ, ആര് സമ്മതിക്കണം? സ്റ്റേറ്റ് സമ്മതിക്കണം എന്ന് പറയും. ഇനി ഇപ്പൊ ചില കോൺസ്റ്റിറ്റ്യൂഷൻ ചില പ്രൊവിഷൻസ് ഉണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ മജോറിറ്റി മാറ്റാൻ പറ്റുന്നതുണ്ട്, കുറച്ചും കൂടെ ഗ്രേറ്റർ മജോറിറ്റിയിൽ മാറ്റാൻ പറ്റുന്നതുണ്ട്, പിന്നെ ഗ്രേറ്റർ മജോറിറ്റിയോടൊപ്പം സ്റ്റേറ്റിന്റെ സമ്മതം കൂടെ മേടിക്കേണ്ടതുണ്ട്, പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതുണ്ട്. അപ്പം ഒരേ സമയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡും ആണ് ഫ്ലെക്സിബിളും ആണ്. ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ചേഞ്ച് ചെയ്ത് ഇല്ലാണ്ടായി പോവാ, അതായത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പറ്റാത്ത ഫണ്ടമെന്റൽ വാല്യൂസ് ഉണ്ടല്ലോ, അത് മാറ്റാൻ പറ്റാതെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരേ സമയം റിജിഡും ഫ്ലെക്സിബിളും ആണെന്ന് പറയുന്നത്. ഇപ്പൊ റിജിഡ് മാത്രമായിരുന്നെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ചേഞ്ചിനനുസരിച്ച് മാറാൻ പറ്റുമോ? നമ്മുടെ ആ ചോദ്യം തന്നെ ഉണ്ടാകത്തില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടില്ല ഒരു ചോദ്യത്തിൽ. അങ്ങനെ ചോദ്യം തന്നെ ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നടത്തിയിട്ട് നമുക്ക് ചേഞ്ചസ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനർത്ഥം എന്താണ്? വളരെ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ വാല്യൂസ് ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അവസ്ഥ അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്തോളാൻ പറഞ്ഞു, 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എൻ്റെ മാറ്റിയിരിക്കും. നിങ്ങൾ ഈ സൂത്രനും ശേഷിക്കാര്യവും വായിക്കുമോ ബാലരമയില്? ഓക്കെ. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ പണ്ട് ഞാൻ വായിച്ചൊരു സാധനമാണ്. നമ്മുടെ കടിയൻ സിംഹത്തിന്റെ നെഫ്യൂ ഭയങ്കര ബഹളം. അപ്പൊ സൂത്രനെ ശരീരം കൊണ്ട് കേൾപ്പിച്ചിട്ട് പറയും, അതെ ഇവൻ ഭയങ്കര ബഹളമാണ്, പക്ഷെ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം, നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവനൊന്ന് നോക്കി, ഇവൻ എന്തെങ്കിലും ബഹളം കാണിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അവിടുന്ന് ഒരു പാറക്കല്ല് എടുത്ത് ഇവിടെ വെക്കാൻ പറയും. 2 എണ്ണം ചെയ്താൽ അടുത്ത ഒരെണ്ണം കൂടെ എടുത്ത് വെച്ചോളാൻ പറയും. ശരി എന്ന് പറയും. കടിയൻ തിരിച്ചു വന്ന് കഴിയുമ്പോൾ പാറക്കല്ല് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. പറഞ്ഞു നിങ്ങളൊരു രക്ഷയില്ലല്ലോ, ഇവനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് മാനേജ് ചെയ്തല്ലോ എന്ന് ചോദിക്കും. അപ്പൊ സൂത്രന് ശരിയാണ്, തലേക്ക് പോകഞ്ഞിരിക്കുക. എന്താ ഇങ്ങനെ പോയപ്പോഴത്തേക്കും കല്ലത് ആ പാറക്കല്ലെല്ലാം കൂടുതൽ അവിടെ കിടന്നാണ്.
ഇവർ ഓരോന്ന് ചെയ്ത് മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് മൊത്തം പാറക്കലെടുത്ത് ഇവിടെ കൊണ്ട് വെക്കേണ്ട അവസ്ഥയാണെന്ന് പറയുന്നല്ലേ. നമ്മുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പലപ്പോഴും ചേഞ്ചസ് വന്ന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള എലമെന്റുകൾ തന്നെ പലപ്പോഴും എന്ത് ആയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. ലോകത്ത് പല കോൺസ്റ്റിറ്റ്യൂഷനും ഫണ്ടമെന്റൽ ഇത്തരം ചേഞ്ചസ് സംഭവിച്ചിട്ടുമുണ്ട്. അണ്ടർസ്റ്റാൻഡ്? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന വാല്യൂ സിസ്റ്റം അല്ല പിന്നീട് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവാതിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നത്? ചില പ്രൊവിഷൻസ് ഒരിക്കലും മാറാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്തു, റിജിഡും ഫ്ലെക്സ്, അല്ലെങ്കിൽ ആ റിജിഡ് പ്രൊവിഷൻ ആയിട്ട് തന്നെ മാറ്റിവെച്ചു. വി മേഡ് ഇറ്റ് സോ ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ചേഞ്ച് ഇറ്റ്. ആൻഡ് ലേറ്റർ ഓൺ സ്റ്റേജ് വി ഐഡന്റിഫൈഡ് certain പ്രൊവിഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ നെവർ ബി അമെൻഡഡ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരേ സമയം റിജിഡും ഫ്ലെക്സിബിളും ആണ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. നാലാമത്തത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫെഡറൽ പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ. ഫെഡറൽ പൊളിറ്റി വിത്ത് യൂണിറ്ററി ടിൽറ്റ്. ഓക്കെ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് ഒരു യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത്? എപ്പോഴാ? സെന്ററിന് കൂടുതൽ പവർ ഉള്ളപ്പം? അങ്ങനാണോ? എന്താണ് ഈ ഫെഡറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ? വാട്ട് ഈസ് ഫെഡറലിസം? ഓക്കെ. ലെറ്റ്സ് സേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു രാജ്യമുണ്ട് കേട്ടോ. ആ രാജ്യത്തിന് പുറത്ത് ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ് ആ രാജ്യം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ്, ഒരു സംവിധാനം. ആ ഒരു ഗവൺമെന്റ് ആൻഡ് സംവിധാനമാണ് എൻ്റെ രാജ്യത്തിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? അതിനൊരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് വിളിക്കാം. അതേസമയത്ത് ഈ രാജ്യത്തിനെ പല പല യൂണിറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ യൂണിറ്റിനും അവരുടേതായിട്ടുള്ള ഗവൺമെന്റ് സംവിധാനം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പവേഴ്സ് കൊടുത്തിട്ട് അവരവിടെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ആയിരിക്കും. നമുക്ക് അതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഫെഡറൽ സിസ്റ്റത്തിന് ഒരു ലോകത്ത് തന്നെ പലപ്പോഴും നല്ല ബെസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതൊന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈവൻ ആ പേര് പോലും ശ്രദ്ധിച്ചില്ലേ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പണ്ട് കാലത്ത് ബ്രിട്ടനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കുറെ അധികം ആൾക്കാർ കപ്പൽ കയറിയിട്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ വന്നിട്ട് അവിടെ കോളനീസ് സെറ്റിൽ ചെയ്യുന്നു. ഈ കോളനീസ് എല്ലാം തന്നെ ബ്രിട്ടനുമായിട്ട് പലപ്പോഴും കണ്ടിന്യൂസ്ലി എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. എന്നിട്ട് ഈ കോളനീസ് പലപ്പോഴും ബ്രിട്ടനുമായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും തന്നെ, ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇവരുടെ ഹോം കൺട്രിയാണ്, മദർ കൺട്രിയാണ്, ഇവരുമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ പ്രൊട്ടസ്റ്റിന്റെ ഒരു പാർട്ടിൽ ഇവരെല്ലാവരോടും ഒരുമിച്ച് വന്ന് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് അവിടെ ഓരോരുത്തരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് 13 ഓളം കോളനീസ് ഉണ്ട് അവിടെ. ഈ 13 കോളനീസും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതിൽ നല്ലത് ഒരുമിച്ച് നിൽക്കുന്നതാണെന്ന് മനസ്സിലായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കുക. അങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ടാകുന്നത്. ആ 13 ഇൻഡിപെൻഡന്റ് കോളനീസ് സ്റ്റേറ്റ്സ് ആണ് ഒരുമിച്ച് വന്നിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പം ഈ 13 സ്റ്റേറ്റ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ അവരുടേതായിട്ടുള്ള സെറ്റ് ഓഫ് ലോസ് ഉള്ളത്. ഈ ഓരോ സ്റ്റേറ്റ്സിനും എന്തുണ്ട്? അവരുടെ സെറ്റ് ഓഫ് ലോ ഉണ്ട്. ഈ ഓരോരുത്തർക്കും അവരുടെ സെറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ചിലർക്ക് ഫ്ലാഗ്. ഓക്കെ. ഇപ്പം ക്യാപിറ്റൽ പണിഷ്മെന്റ് ഓക്കെ US എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ടോ? ചിലയിടത്തുണ്ട്, ചിലയിടത്തില്ല. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായോ? ഇന്ത്യയിൽ എങ്ങനെയാണോ? കേരളത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ട്, തമിഴ്നാട്ടിൽ ഇല്ല, അങ്ങനെ വല്ലതും ആണോ? ഇല്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ട്, അല്ലെ? ഇപ്പൊ ഇന്ത്യയിൽ ഏക ഒരു സിംഗിൾ ലീഗൽ സിസ്റ്റം ആണ് ഫംഗ്ഷൻ ചെയ്തത്. അവിടെ അങ്ങനല്ല. അവിടെ ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള സെറ്റ് ഓഫ് ലോസ് ഉണ്ട്. ആരും ഗെറ്റിംഗ് ദ പോയിന്റ്? അപ്പം ഒരു ഫെഡറൽ കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൺട്രീനെ പല യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിനും അവരുടേതായിട്ടുള്ള ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ടാവും. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഗവൺമെന്റ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു സെൻട്രൽ അല്ലെങ്കിൽ ഒരു ഫെഡറൽ ഗവൺമെന്റ് ഉണ്ടാവും. ഇതാണ് ഫെഡറലിസത്തിന്റെ കൺസെപ്റ്റ്. ഇനി തീർന്നില്ല. ഇത് ഫെഡറലിസം ആവണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റും കൂടെ ഉണ്ട്. അപ്പം ഇതെന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇത് മറ്റൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇത് വേറൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അങ്ങനെ കുറെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ്സ് ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ ഒരു ലാർജർ ഗവൺമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് ഉണ്ട്. വലിയൊരു ഫെഡറൽ ഗവൺമെന്റ് ഉണ്ട്. എക്സ്ക്യൂസ് മീ.
ഹലോ സാറേ, ഞാൻ ക്ലാസ്സിലാണ്. സാറേ, ഞാൻ ക്ലാസ്സിലാണ്. ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ് വന്ന് ഞാൻ വിളിക്കാം സാർ. ഹലോ സാറേ, ഞാൻ ക്ലാസ്സിലായിരുന്നേ. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വിളിക്കാം. ഹലോ, അതെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എ സിയുടെ കാര്യത്തിൽ പറഞ്ഞിരുതാ. എ സി 24 ഇട്ട് വെക്കുക. എ സി ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവര് എന്തെങ്കിലും ജാക്കറ്റ് കൊണ്ടുവരിക, അല്ലെ എ സിയുടെ അടിയിൽ ഇരിക്കാതിരിക്കുക, മാറിയിരിക്കുക. ഓക്കെ. 24 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കണക്കാണ്. എ സി യൂണിറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 24 ടെമ്പറേച്ചറിലിട്ട് റൺ ചെയ്യുക. എല്ലാവർക്കും എ സി ഒരുപോലെ ആവില്ല, ചിലർക്ക് എ സി ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അങ്ങനെയുള്ള ഒരു ജാക്കറ്റ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇരിക്കുക. അതിന്റെ അടിയിലാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നതെങ്കിൽ. ഓക്കെ. ഒക്ടോബർ ബാച്ചിനടുത്ത് ഇന്നലെ പറഞ്ഞു, ഓഗസ്റ്റ് ബാച്ചിനടുത്ത് ഞാൻ വീണ്ടും പറയാണ്, ക്ലാസ് ചൂടെടുത്തിട്ട്. ഓക്കെ. അപ്പം ഈ ഓക്കെ, അപ്പോഴേ സി ഇതൊരു ഫെഡറൽ ഗവൺമെന്റ് ആവുന്നത് കൃത്യത്തിൽ എപ്പോഴാന്ന് ശ്രദ്ധിക്കാം. ഈ ഇരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് എന്നുള്ള. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, പിന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, സെൻട്രൽ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫെഡറൽ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ വൺ ഇൻ വിച്ച് the powers of the state government and the central government is divided in the constitution itself. മനസ്സിലായോ? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതും സെൻട്രൽ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നെന്നുള്ളതും എവിടെ ഡിഫൈൻ ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലാതെ വാക്കാല് പറഞ്ഞാൽ പറ്റത്തില്ല. മനസ്സിലായോ? ആ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണോ? ആണോ അല്ലയോ? അതെ. കാരണം എന്താ? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഫെഡറൽ സിസ്റ്റം അല്ലേ? അതെ. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിനെ ഒരു കംപ്ലീറ്റ് ഫെഡറൽ സിസ്റ്റം ആയിട്ടല്ല നമ്മൾ വിളിക്കുന്നത്, അല്ലേ? നമ്മൾ ക്വാസി ഫെഡറൽ, അല്ലെങ്കിൽ ബാർഗൈനിങ് ഫെഡറലിസം എന്നൊക്കെ പറഞ്ഞ പല പേരുകളിൽ നമ്മൾ നമ്മുടെ ഫെഡറലിസത്തെ വിളിക്കാറുണ്ട്. അതെന്താ കംപ്ലീറ്റ്ലി ഫെഡറൽ അല്ല എന്നൊക്കെ പറയുന്നത്? കാരണം പലപ്പോഴും അമേരിക്കൻ മോഡൽ വെച്ചിട്ടാണ് പലരും ഫെഡറലിസത്തെ ഡിഫൈൻ ചെയ്യുന്നത്. അമേരിക്കൻ മോഡൽ അനുസരിച്ചിട്ട് ഫെഡറലിസം എന്ന് പറയുന്നത് എന്താ? സ്റ്റേറ്റ്സിന് മാക്സിമം പവേഴ്സ് വിട്ടുകൊടുത്തിരിക്കുക. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. സെൻട്രലിന്റെ കയ്യിലാണ് കൂടുതൽ പവേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഫെഡറലിസം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സെൻട്രൽ സ്റ്റേറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും അത് ആരുടെ സൈഡിലേക്കാണ് ചെരിയുന്നത്? സെൻട്രലിസ്റ്റ്. ഇറ്റ് ഈസ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇറ്റ് ഈസ് എ ഫെഡറൽ പൊളിറ്റി, ഇറ്റ് ഈസ് എ ഫെഡറൽ പൊളിറ്റിക്കൽ സിസ്റ്റം. വൈ? Because there is power division between center and the state in the constitution. അതിൽ ഡൗട്ട് ഒന്നും വേണ്ട. ക്ലിയർ ആണല്ലോ? ബട്ട് ഇറ്റ് ഹാസ് വാട്ട്? ഇറ്റ് ഹാസ് യൂണിറ്ററി ബയാസ്. എന്താ യൂണിറ്ററി ബയസ്? ഒരു എക്സാമ്പിൾ പറയാമോ? യൂണിറ്ററി ബയസിന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ യു എസിലുണ്ടോ? ഡു യു ഹാവ് എനി ഓഫ് യുവർ ഫ്രണ്ട്സ് ഇൻ യു എസ് ഓർ സംവർ? എൻ്റെ ഒരു ഫ്രണ്ട് യു എസിലുണ്ട്. ഹീസ് ഇൻ ഫീനിക്സ് സ്റ്റേറ്റ്, അല്ല, ഹീസ് ഇൻ അരിസോണ സ്റ്റേറ്റ്. അരിസോണയിലാണ് പുള്ളിക്കാരൻ ഫീനിക്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനൊക്കെ പോയത്. ഇപ്പൊ അവിടെ തന്നെ. ഹീസ് പ്ലാനിങ് ടു കണ്ടിന്യൂ ദർ. നാട്ടിലേക്ക് ഒന്നും വരില്ല, ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. അതല്ലാതെ നാട്ടിലേക്ക് ഇനി പെർമനന്റ് തിരിച്ച് സെറ്റിൽ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആൻഡ് ഈവൻ ഹി ഹാസ് മൂവ്ഡ് ഹിസ് പേപ്പർ. കണ്ടിന്യൂസ്ലി അവിടെ നിൽക്കുന്നതിനുള്ള പേപ്പറൊക്കെ അവനെ കമ്പനി മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉടനെ ഒന്നും കിട്ടത്തില്ല. ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ടു ഗെറ്റ് ഇൻ ദാറ്റ് പോയിന്റ്. ബട്ട് അറ്റ് വൺ പർട്ടിക്കുലർ പോയിന്റ് ഹി മൈറ്റ് ഗെറ്റ് യു എസ് സിറ്റിസൺഷിപ്പ്. ഓക്കെ. അവന് യു എസ് സിറ്റിസൺഷിപ്പ് കിട്ടുമ്പം he's going to be the citizen of Arizona, as well as he's going to be citizen of United States of America. മനസ്സിലായോ? അവിടെ സ്റ്റേറ്റിന് നമ്മൾ സിറ്റിസൺഷിപ്പ് കിട്ടും. ഓക്കെ. ഇനി അവിടെ ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് നോക്കുമ്പം അവിടെ
ഇപ്പം സെൻട്രൽ ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കുക, സ്റ്റേറ്റ് ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പൊ മിച്ചമുള്ള പവേഴ്സോ ബാക്കിയുള്ള പവേഴ്സൊക്കെയോ അത് കൂടുതൽ അവിടെ സ്റ്റേറ്റിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്, ഇവിടെ അത് സെന്ററിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഫെഡറലിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ന്യൂലി ഇൻഡിപെൻഡന്റ് കൺട്രിയാണ് അല്ലേ ആ സമയത്ത്. മാത്രമല്ല നമ്മുടെ സ്റ്റേറ്റ്സിൽ എന്താണ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. യു എസിലെ സ്റ്റേറ്റ്സ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണോ? അല്ലല്ലോ. ഫുള്ളി ഇവോൾവ് ആയ സ്റ്റേറ്റുകൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ നല്ലത് ഒരുമിച്ച് നിൽക്കുന്നതാണ് തീരുമാനിച്ചിട്ടല്ലാതെ ഉണ്ടായത് അല്ലേ? അതെ, നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, സ്റ്റേറ്റ്സിൽ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി പവേഴ്സ് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല, സ്റ്റേറ്റ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. സ്റ്റേറ്റുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം? നമുക്കൊരു സ്ട്രോങ് സെന്റർ വേണം. സോ ഇൻ ദാറ്റ് സെൻസ് വി ഹാവ് മെയ്ഡ് എ വെരി സ്ട്രോങ് സെന്റർ. അപ്പൊ നമുക്കൊരു യൂണിറ്ററി ബയാസ് ഉണ്ട്. പക്ഷെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലെ ചിലർ പറയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് യൂണിറ്ററി വിത്ത് ഫെഡറൽ ബയാസ് എന്ന് പറയും. കാരണം കൂടുതലുള്ളത് യൂണിറ്ററിയാ, കുറച്ച് ഫെഡറൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയും. ഇല്ല, പക്ഷെ ഫെഡറലിസത്തിന്റെ ഡെഫിനിഷൻ ഫണ്ടമെന്റലി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ഡെഫിനിഷൻ? സെന്ററും സ്റ്റേറ്റുമായിട്ട് പവർ ഡിവൈഡ് ചെയ്യണം. ആ ഡിവിഷൻ എവിടെ ഐഡന്റിഫൈ ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷൻ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളിത് ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടുണ്ട്. സോ അവേഴ്സ് ഇസ് എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ നമുക്ക് ആരോടാണ് ചായ്വ്? സെന്ററിനോടാണ് ചായ്വ്. സോ ദർ ഇസ് എ സ്ട്രോങ് യൂണിറ്ററി ബയാസ് വിത്തിൻ അവർ സിസ്റ്റം. ദാറ്റ് വി വിൽ സ്റ്റഡി. ഓക്കെ, ഫൈൻ. ലാസ്റ്റ് അതൊരു പോയിന്റോട് ഞാൻ പറയാം. നമ്മൾ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി ഡെമോക്രസിയാണ്. എന്ന് വെച്ചാൽ എന്താ? വാട്ട് യു മീൻ ബൈ പാർലമെന്ററി ഡെമോക്രസി? ബ്രിട്ടൻ പാർലമെന്ററി ഡെമോക്രസിയാണ്. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. ബ്രിട്ടീഷ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണോ, അമേരിക്കൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണോ? ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? പാർലമെന്റ് ഡെമോക്രസിയാണ്. അമേരിക്കൻ സിസ്റ്റം എന്താ? പ്രസിഡൻഷ്യലാ. നമ്മൾ ഏത് അഡോപ്റ്റ് ചെയ്തു? പാർലമെന്ററി. എന്തുകൊണ്ടാ? അമേരിക്കക്കാരെ കാര്യം ബ്രിട്ടീഷുകാരെ നമുക്ക് ഇഷ്ടം. കാരണം ഒന്ന്, നമുക്ക് ബ്രിട്ടീഷ് സിസ്റ്റം ഭയങ്കര ഫെമിലറൈസ്ഡാ. ഇത്ര നാൾ നമ്മുടെ ഇവിടെ ഉണ്ട്, അപ്പൊ നമുക്കത് ഏറെക്കുറെ അറിയാം എന്താ സിസ്റ്റം എന്നുള്ളത്. പിന്നെ അപ്പുറത്തും എലക്ഷൻ നടക്കുന്നുണ്ടല്ലോ, അപ്പുറത്തും എലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ രണ്ടിലും 2 ഫണ്ടമെന്റൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഗവൺമെന്റ് ബ്രിട്ടനിൽ ഗവൺമെന്റ് തീരെ സ്റ്റേബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എം പിമാര് സപ്പോർട്ട് കൊടുക്കുന്നത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം ഉള്ളൂ ഗവൺമെന്റിന് ആയുസ്. ശരിയല്ലേ? അവിടെ അങ്ങനല്ല. അവിടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആള് 4 വർഷത്തേക്ക് അയാൾ പ്രസിഡന്റാ. അവിടെ 4 വർഷം കാലാവധി അയാൾ ഇംപീച്ച് ചെയ്തില്ലെങ്കിൽ. അല്ലാതെ റെപ്രസെന്റേറ്റീവ്സ് കൊടുക്കുന്ന പിന്തുണ പിൻവലിച്ചു എന്ന് പറഞ്ഞ് അയാൾക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വരുമോ? അല്ല. അപ്പൊ അവിടെ കുറെ കൂടി സ്റ്റേബിൾ ഗവൺമെന്റാ. ഇവിടെ സ്റ്റേബിൾ അല്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ ഉണ്ടല്ലോ, അതായത് ബ്രിട്ടനില് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റും കൗൺസിൽ മിനിസ്റ്റേഴ്സ് ഇവര് പാർലമെന്റിനോട് ആൻസറബിളാ. പാർലമെന്റ് ഇവരോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് അതിങ്ങനെ ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്? പാർലമെന്റ് പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് അക്കൗണ്ടബിൾ ടു ദ പാർലമെന്റ്. ഇവിടെ അങ്ങനത്തെ അക്കൗണ്ടബിലിറ്റി മെഷേഴ്സ് ഒന്നും ഇല്ല. പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം അമേരിക്കൻ സിസ്റ്റം ഈസ് മോർ സ്റ്റേബിൾ, ലെസ് അക്കൗണ്ടബിൾ. ബ്രിട്ടീഷ് സിസ്റ്റം ഈസ് ലെസ് സ്റ്റേബിൾ ബട്ട് മോർ അക്കൗണ്ടബിൾ. നമുക്ക് ഏത് വേണം? അപ്പൊ നമ്മൾ വിചാരിച്ചു പുതിയൊരു രാജ്യമല്ലേ, അപ്പം ലെറ്റ്സ് ഗോ ഫോർ മോർ സ്റ്റെബിലിറ്റി, മോർ അക്കൗണ്ടബിലിറ്റി. അപ്പൊ നമുക്കൊരു അക്കൗണ്ടബിൾ ഫോം ഓഫ് ഗവൺമെന്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊണ്ടുവന്നത്. മനസ്സിലായോ? പിന്നെ ഇതിനെക്കാട്ടൊക്കെ ഉപരിയായിട്ട് റീസൺ ഉണ്ട്. വിത്ത് ദാറ്റ് വിൽ കം ടു ദ കൺക്ലൂഷൻ ഓഫ് ദ സെഷൻ. നെഹ്റു സഭയിൽ പറയുന്നുണ്ട്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് നാളുകളായിട്ട് വി ആർ എ ന്യൂലി ഇൻഡിപെൻഡന്റ് കൺട്രി. We have a lot of things to do. This government has to do a lot of things to improve the conditions of the people. For that, the executive and the legislature should act in harmony with each other. മനസ്സിലായോ? The executive and legislature, അതായത് ഗവൺമെന്റും അതുപോലെ പാർലമെന്റും ഹാർമോണിയസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണം, ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണം. അതെവിടെ പോസിബിൾ ആവുന്നത്? പാർലമെന്റാണ് പോസിബിൾ ആവുന്നത്. ഇപ്പം US സിസ്റ്റത്തിന്റെ അകത്തെ പ്രസിഡന്റ് എവിടുന്ന, ഏത് പാർട്ടിന്നാ? ഡെമോക്രാറ്റ്സ്. ആരിപ്പം? ഡെമോക്രാറ്റ്. ഇനി അവിടെ സെനറ്റില് ഡെമോക്രാറ്റ്സിന് ഭൂരിപക്ഷം ഉണ്ടാവാതിരിക്കാം. ഇവിടെ അങ്ങനല്ല. ഇവിടെ ലെജിസ്ലേച്ചർ ഏത് പാർട്ടിക്കാണ് ഭൂരിപക്ഷമുള്ളത് അവരാ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. സോ ഗവൺമെന്റും ലെജിസ്ലേച്ചർ ലോക്സഭയിലും ഭൂരിപക്ഷം ഉള്ളവരാണ് ഒരുമിച്ചല്ലേ.
അപ്പൊ ദർ ഇസ് ഓൾവേസ് ഹാർമണി ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ഈ ഒരു ഹാർമണി അപ്പുറത്ത് ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? ഇതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പാർലമെന്റ് സിസ്റ്റം തന്നെയാണ് നമുക്ക് നല്ലത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ഇതുവരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ബാക്കി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും അമെൻമെന്റ് നടത്തുന്ന പ്രൊസീജിയേഴ്സും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വായിക്കണ്ട. സലൈൻ ഫീച്ചേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ആകെ 4 സലൈൻ ഫീച്ചേഴ്സാണ് കണ്ടത്. ഒന്ന് ഭയങ്കര വലിയ ലെങ്തിയസ്റ്റ് ആയിട്ട് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന്. 2 അത് ഇൻസ്പിറേഷൻസ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് പലയിടത്തുനിന്നും. 3 റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. 4 ഫെഡറൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. 5 പാർലമെന്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രൊവിഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ഹാപ്പി ലേണിംഗ്.